ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ഈ രക്ഷയിലേക്ക് സൗജന്യമായി കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതുകൊണ്ടാണ് ഈ രക്ഷയെക്കുറിച്ച് ബൈബിള് ഇങ്ങനെ ഒരു പദം പറയും, ഇത്ര വലിയ. ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? ഇത്ര വലിയ. വാസ്തവത്തിൽ ഞാനിങ്ങനെ പറയാം, നമുക്ക് ലഭിച്ച ഈ രക്ഷയുടെ വലിപ്പം എന്താണെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് വാസ്തവത്തിൽ പറയേണ്ട എന്താ, ഇനി ഒന്നും തന്നില്ലേലും സാരമില്ലെന്ന് പറയേണ്ടവരാ നമ്മൾ. അത്ര വലിയ രക്ഷയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്കെന്തോ ഇപ്പോഴും പരാതിയൊന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും തരുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സാധനം, അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിരിക്കും. ഏതായാലും നമുക്ക് ഇത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് തന്നെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, ഈ രക്ഷയിലേക്ക് ഒരു ചെലവുമില്ലാതെ വിശ്വാസത്താൽ കർത്താവ് നമുക്ക് പ്രവേശനം നൽകി. അത് എന്തിനാണ് അങ്ങനെ നമ്മളെ ഈ രക്ഷയിലേക്ക് പ്രവേശിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന്, ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തൊട്ടടുത്ത് മറ്റൊരു വാക്യത്തിലൂടെ ചിന്തിച്ചു. ഇന്നലെ വരാത്തവരുള്ളത് കൊണ്ട് ഒരു ആമുഖം പറയുകയാണ്. 2 തെസ്സലോനിക്ക ലേഖനം 2:14 ഇങ്ങനെ എഴുതി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചപ്പോൾ നമ്മൾ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള, നമുക്ക് പല ഉദ്ദേശങ്ങൾ കാണും, പക്ഷെ ദൈവത്തിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മൾ എവിടെ എത്തണം? നമ്മളെല്ലാവരും കർത്താവിൻ്റെ അടുക്കൽ എത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ എന്നോട് പേഴ്സണലി സംസാരിക്കുമ്പം അവർ ചോദിക്കാറുണ്ട്, പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ഏത് ചർച്ചിൽ പോകണമെന്നുള്ള കൺഫ്യൂഷനില്ല. ആളുകൾക്കിപ്പോൾ ഒരു തരം വല്ലാത്തൊരു മടുപ്പായിപ്പോയോ അതോ എന്താണെന്ന് അറിയത്തില്ല. എവിടെ ഒന്ന് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ചർച്ച ചൂണ്ടിക്കാണിക്കാം, ഏത് ചർച്ചയിൽ പോകണം എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്, ഏത് ചർച്ച ചൂണ്ടിക്കാണിക്കും? അപ്പോൾ എനിക്കും കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അവരോട് പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെങ്കിൽ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു കൂട്ടായ്മയിലും നിങ്ങൾക്ക് പോകാം. കാരണം സഭ എന്ന് ബൈബിള് പറയുന്നത് സംഘടനയെക്കുറിച്ചല്ലല്ലോ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഈ സംഘടനാ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഭൂതമുണ്ട്. ആ ഭൂതം പലരുടെയും ഉള്ളിലിരിപ്പുണ്ട്. ആ ഭൂതത്തിൽ നിന്ന് നമ്മൾ ആദ്യം വിടുതൽ പ്രാപിക്കണം. കാരണം IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ശാലോം, ഷാരോൺ, രഹബോത്ത് ഇത് ഉൾപ്പെടെ ഇതൊന്നും സഭയല്ല, ഇതെല്ലാം സംഘടനയാണ്. മനസ്സിലാക്കുക. IPC ആയാലും AG ആയാലും TPM ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ഷാരോൺ ആയാലും എന്താണെന്ന് പറഞ്ഞാലും ദൈവവചന പ്രകാരം ഈ പറയുന്നതൊന്നും എന്തല്ല, സഭയല്ല. എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം, ഇത് മുറിച്ചിടുന്ന കാലമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും എന്തല്ല, സഭയല്ല, സംഘടനയാണ്. പക്ഷേ ഈ പറയപ്പെട്ട സംഘടനയ്ക്കകത്തെല്ലാം എന്തുണ്ട്? സഭയുണ്ട്. ഏതാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് പഥ്യോപദേശം പ്രമാണിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന ഒരു കൂട്ടം ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ആ കൂട്ടത്തെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അല്ല, സംഘടനയെ ചേർക്കാൻ വന്നാൽ സൂപ്രണ്ടും സെക്രട്ടറിയും ട്രഷാറും ഖജാൻജി എല്ലാം പോകേണ്ടി വരും. അങ്ങനെ പോകില്ല. ഇവന്മാരെല്ലാം ഇവിടെ കിടക്കും. ഈ കസേരയ്ക്ക് അടിക്കുന്നവന്മാരെല്ലാം ഇവിടെ കിടക്കത്തേ ഉള്ളൂ, ഇവരാരും പോകില്ല. അതിന് നിങ്ങൾക്ക് ഏത് വാക്യം വെച്ച് എത്ര വേണമെങ്കിലും തെളിയിക്കാൻ പറ്റും. വേദി അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് മുതിരുന്നില്ല. കാരണം ഒന്നാമത് ഷമീർ കൊല്ലം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ്. പുള്ളി വിമർശിക്കും എന്ന് പറയും. ഇതൊന്നും വിമർശനമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയ്ക്ക് ദൂത് എഴുതുന്നു അല്ലേ? നമ്മൾ വായിച്ചിട്ടില്ലേ? സഭയുടെ ദൂതൻ എഴുതുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കുറഞ്ഞൊരു കുറ്റം നിന്നെക്കുറിച്ച്, ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. കുറ്റത്തിന് കുറ്റമെന്ന് തന്നെയല്ലേ എഴുതിയേക്കുന്നത്? അപ്പോൾ പിന്നെ ഈ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് എന്തിനാ? കുറ്റത്തിന് കുറ്റമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനിയും പറയുകയാണ്, പിന്നെ ഇസബേൽ എന്നൊരു സ്ത്രീയെ സഭയിൽ അനുവദിച്ചു കൊടുക്കുന്നു എന്നൊരു അതും കുറ്റമെന്ന് തന്നെ അല്ലേ? അപ്പോൾ കുറ്റത്തിന് കുറ്റമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു രസം കേട്ടോ, പറയാണ്, നിക്കൊലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. സഭയോട് പറയുകയാണ്, ദൈവവചനത്തിൻ്റെ പഥ്യോപദേശ പ്രമാണം വിട്ടു നടക്കുന്ന ആ കൂട്ടരെ നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്ക് ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഇതേ പരിശുദ്ധാത്മാവ്, ഇതേ കർത്താവ്, ഇതേ ആത്മാവിൽ തന്നെയല്ലേ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകയാകുന്നു, എന്ത് ചെയ്യരുത്, പക, പിണക്കം ഇതൊന്നും കൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞ അതേ കർത്താവിൻ്റെ അതേ ആത്മാവ് പകയ്ക്കുന്നത് സഭയ്ക്ക് നന്മയാണെന്ന് പറഞ്ഞത് എന്തിനാ? മനസ്സിലാകുന്നുണ്ടോ? ഇത് ചിന്തിക്കാത്ത എന്താ?
അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആരെയാണ് പകച്ചുകൂടാത്തത്? സഹോദരന്മാരെ. ആരാ നമുക്ക് സഹോദരന്മാർ? നമുക്കാരാ സഹോദരന്മാർ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവന് സഹോദരന്മാർ. ദുരുപദേശം പ്രസംഗിക്കുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരാരും രക്ഷിക്കപ്പെട്ടവന് സഹോദരന്മാരല്ല. അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കി നിർത്തിയത് സഭയുടെ നന്മയായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ട്. അവർ ഉടനെ പറയും, നമ്മൾ ആരും ഒന്നും വിധിക്കരുത്. ആദ്യം പുസ്തകം പഠിക്കുക. ഈ വിധിക്കരുത് എന്ന് കർത്താവ് സുവിശേഷങ്ങളിൽ വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്, ഏത് സന്ദർഭത്തിൽ ആരോടാ പറഞ്ഞ്? എന്താ പറഞ്ഞ്? ഇവൻ തച്ചൻ്റെ മോനല്ലേ, ഇവന് നമ്മളെ ഉപദേശിക്കാൻ അധികാരം എവിടുന്ന്? ഇവൻ എന്തിനാ ഇതൊക്കെ നമ്മളോട് പറയുന്നതെന്ന് പറയുന്നവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിധിക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. കാരണം ഇന്ന് നിങ്ങൾ ഏത് യേശുവിനെ വേണ്ടാന്ന് പറയുന്നു, ആ യേശുവാണ് നാളെ ന്യായം വിധിക്കുന്നത്. തെളിവ് യോഹന്നാൻ 5:22, 5:27. എടുക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട്. യോഹന്നാൻ 5:22, 5:27 രണ്ട് വാക്യത്തിലും തെളിവാ. എന്നാൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്താ പറഞ്ഞെന്നറിയോ? ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹിയോടോ വിഗ്രഹാദിയോടോ ഭാവിഷ്ണക്കാരനോടോ മദ്യപനോടോ പിടിച്ചുപറിക്കാരനോടോ അരുതെന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഭൂമി വല്ല ചന്ദ്രനെ പോയി ജീവിക്കേണ്ടി വരും. കാരണം ഇവിടെ ഇവന്മാരെ ഉള്ളൂ, കുടിയന്മാരും മോശക്കാരും ഒക്കെ ഉള്ളൂ. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, എന്നാൽ സഹോദരന് പേർപെട്ടൊരുവൻ ഇമാതിരി ഉടായ്പ് കാണിച്ച് നടന്നാൽ അവനോട് സംസർഗമരുത്, അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. എന്നിട്ട് തൊട്ട് താഴേക്ക് എഴുതിയ, നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. അപ്പം അകത്തുള്ളവൻ ഉടായ്പ് കാണിച്ചാൽ വിധിക്കാനുള്ള അധികാരം ദൈവസഭയ്ക്കുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഓവറോൾ ആയിട്ട് അങ്ങോട്ട് നമ്മളാരും വിധിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് അംഗൻവാടിയിലോട്ട് പോകരുത്. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ കൃത്യമായ തിട്ടമുള്ളവരും പരിജ്ഞാനമുള്ളവരുമായിരിക്കണം. ഇതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു കാര്യം കൂടെ പറഞ്ഞ് തിരിച്ചു വരാം. ഇതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നാട്ടിൽ സുവിശേഷത്തെ ഇഷ്ടപ്പെടാത്ത അണ്ണന്മാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അവരുടെ ഏത് വിഭാഗക്കാരെന്നൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ സുവിശേഷം പറയാൻ ചെന്ന ഒരു കൂട്ടം ആളുകളെ, വിശ്വാസികളെ പിടിച്ചു നിർത്തിയിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണും. അവരോട് ചോദിച്ചു, ഈ നിങ്ങളുടെ ബൈബിളിൽ നോഹയുടെ പെട്ടകം ഉണ്ടല്ലോ, ഈ പെട്ടകത്തിൽ നോഹയും കുടുംബവും അടങ്ങുന്ന 8 പേരല്ലേ രക്ഷ പ്രാപിച്ചുള്ളൂ? ആ നോഹയും ഭാര്യയും മക്കളും ഒക്കെ അല്ലേ രക്ഷപ്പെട്ടുള്ളൂ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ജനസംഖ്യ ഉണ്ടായി. അപ്പോൾ ഇവരോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നോഹയുടെ മക്കൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധം പുലർത്തിയിട്ടല്ലേ അടുത്ത തലമുറ ഉണ്ടായത്? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനല്ലേ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഈ 10-20 വർഷം പാരമ്പര്യമുള്ളവരിൽ നിന്ന് എന്ന് വിറയ്ക്കുക. അത് പിന്നീട് പ്രചരിപ്പിച്ചു ആളുകളുടെ ഇടയിൽ. ഒന്ന് ആലോചിച്ച് നോക്കെ. സിമ്പിളായിട്ടൊരു സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിന് പറയാൻ പറ്റും, മക്കൾ മാത്രമല്ല മരുമക്കളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇമാതിരി കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വിമർശനം, കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നത്. നമുക്കിഷ്ടം എന്താണെന്നറിയോ? നമ്മൾ ഈ വന്നിരിക്കുന്നിടം മുതൽ ഇറങ്ങി പോകുന്നവരെ ഇങ്ങനെ പിമ്പിരി അടിച്ച് 100, 110 എന്നിരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമാണ്. എന്തൊക്കെയോ ഇതൊന്നും അല്ലേ ആവശ്യം. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്ന ഈ അന്ത്യകാലത്ത് പിശാചിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ കൃപയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുക. ആ ഭയമാണ് അപ്പോസ്തലന്മാരെ ഭരിച്ച ഭയമെന്ന് ഇന്നലെ നമ്മൾ വാക്യസഹിതം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൃപയിലേക്ക് സൗജന്യമായി പ്രവേശിച്ച നമ്മളോട്, നിങ്ങൾ പ്രവേശിച്ചല്ലോ, രക്ഷിക്കപ്പെട്ടല്ലോ, സ്നാനപ്പെട്ടല്ലോ, അതുകൊണ്ട് ഇനി നിങ്ങൾ കർത്താവിൻ്റെ വരവ് വരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനങ്ങളുടെ പശ്ചാത്തലം ഒന്ന് പഠിക്കണം. ഒരു 1-2 വാചകങ്ങളിൽ ഓടിച്ചങ്ങ് പറയാം. എന്താണ് ലേഖനങ്ങൾ, ആർക്കാണ് ലേഖനങ്ങളെന്ന് ഒന്ന് ഓടിച്ച് പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യൻ വേഷത്തിൽ ഇറങ്ങി വന്നു. എന്തിനു വന്നു? മനുഷ്യൻ പാപിയായതുകൊണ്ട്. പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വരുന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി കർത്താവ് നമുക്ക് പകരമായി ഏറ്റെടുത്ത് കാൽവരിയിലേക്ക് നടന്നു കയറി. കാൽവരിയിൽ കർത്താവ് അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചു. അത് വെറുതെ അല്ല, സ്വന്തം ജീവനെ തന്ന് രക്ഷിച്ചു. അല്ലേ? അത്രമേൽ മനുഷ്യനെ സ്നേഹിച്ചൊരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. സ്തോത്രം. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് വളരെ കൃത്യമായി നമുക്ക് പഠിക്കും. ഇതിൽ വലിയ തലച്ചോറൊന്നും വേണ്ട. സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു.
അപ്പോൾ അവരോടൊരു അന്ത്യകൽപ്പന കൈമാറുന്നു. എന്താണ് കൽപ്പന? നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോട് എന്ത് ചെയ്യണം? സുവിശേഷം. എന്താ വാക്കിൻ്റെ അർത്ഥം? സുവിശേഷം എന്താ അർത്ഥം? ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയുക? ഗുഡ് ന്യൂസ്. എന്താ അർത്ഥം? നല്ല വിശേഷം അല്ലേ? സുവിശേഷം അറിയിക്കുക. എന്താ? എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ കടം യേശു ക്രൂശിൽ തീർത്തു. ഇനി നീ എന്താണ്? ഫ്രീ ആണെന്ന് പറയുന്ന നല്ല വാർത്ത ഒന്ന് അറിയിക്കാനാണ് സത്യത്തിൽ കർത്താവ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്നത് വേറെ രംഗ. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സഭയിൽ നമ്മുടെ വിനോദ് ബ്രദർ, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിനോദ് എന്ന് പറയുന്ന സഭയിലെ വ്യക്തി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ലക്ഷങ്ങളുടെ ബാധ്യതകളാകുന്നു. അവസാനം ബാങ്കുകാർ, ശ്രദ്ധിച്ച് കേൾക്കണം, ബാങ്കുകാർ ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് ഒട്ടിക്കുന്നു. അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ബാങ്കിൽ നിന്ന് ആളുകൾ വന്ന് ചെണ്ട കൊട്ടി കാകള ഊതി വിനോദിനെയും കുടുംബത്തെയും തെരുവിലിറക്കി വിടും എന്നൊരു സീൻ വരിക. ശ്രദ്ധിക്കുക. ഇതറിയുന്ന വിനോദ് പറയുക, എന്തായാലും ഈ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ബാങ്കുകാർ ഇവിടെ ജപ്തി ചെയ്യുന്ന അതേ മുഹൂർത്തത്തിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് ടാറ്റ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ചെറിയ ലളിതമായിട്ട് പറയണേ. ഇപ്പോൾ ഈ വിവരം ആരറിയുന്നു? സഭാ പാസ്റ്റർ ജോബി അറിയുന്നു. ഉദാഹരണത്തിനായാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ജോബി എന്ന് പറയുന്ന വ്യക്തി ഇതറിഞ്ഞു, വിനോദിൻ്റെ പേരിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. നോക്കൂ, ജോബി എന്ന് പറയുന്ന മനുഷ്യൻ പോയി വിനോദിൻ്റെ പേരിലുള്ള മുഴുവൻ കടവും ആര് തീർത്തു? പറഞ്ഞേ, മനസ്സിലായവർ പറ. ജോബി പാസ്റ്റർ തീർത്തു. ഇപ്പോൾ വിനോദ് ഈ കടത്തിൽ നിന്ന് എന്തായി? സ്വതന്ത്രനായി അല്ലേ? ഇനി തല ഉയർത്തി നടക്കാം. പക്ഷേ ഈ സംഗതി ആരറിയുന്നില്ല? വിനോദ് അറിയുന്നില്ല. വിനോദ് ശനിയാഴ്ചയിൽ എന്ത് കാത്തിരിക്കുന്നു? മരണം കാത്ത് മരണത്തിന് അധീനനായി ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. അപ്പോൾ കടം തീർത്തയാൾ ആര്? ജോബി പാസ്റ്റർ. ഒരു മൂന്നാമനെ വിളിച്ചു, എക്സ് ഓർ വൈ, നമുക്ക് ചാക്കോച്ചനെന്ന് വിളിക്കാം. ചാക്കോച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ചാക്കോച്ച നിങ്ങളുടെ വാടാ, നീ ആ വിനോദ് അവൻ മരണത്തെ കാത്തിരിക്കുക, അവനോട് പോയി പറയണം, നീ എന്ത് ചെയ്യരുത്, മരിക്കരുത്, കാരണം നിൻ്റെ കടം മറ്റൊരാൾ വീട്ടിയിട്ടുണ്ട്. ഇനി നിനക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങി തല ഉയർത്തി ജീവിക്കാം. നിൻ്റെ കടം ആ മനുഷ്യൻ തീർത്തു. പിന്നെ ഈ സന്തോഷ വാർത്ത നീ പോയി വിനോദിനോട് അറിയിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ പ്രത്യേകം അവനോട് പറയണം, ഇനി മേല ആലോചിക്കാതെയും തീരുമാനിക്കാതെയും ബുദ്ധിയില്ലാതെ ഇമാതിരി അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുന്ന ഒരു ഉപദേശവും കൂടെ ഞാൻ പറഞ്ഞെന്ന് പോയി പറയണമെന്ന് പറഞ്ഞു. ആരെ അയച്ചു? ചാക്കോച്ചനെ അയച്ചു. അടുത്ത രംഗം, ഇത് പറയാൻ വേണ്ടി ചാക്കോച്ചൻ ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിൽ ചെന്ന് ചാക്കോച്ചൻ കോളിംഗ് ബെല്ലടിച്ചു. അപ്പം വിനോദ് മരണം കാത്തിരിക്കുക. വിനോദ് പയ്യെ ഇങ്ങനെ അങ്ങോട്ട് തുറന്നപ്പോൾ ഈ പോയ ചാക്കോച്ചൻ, ശ്രദ്ധിക്കണേ, പോയ ചാക്കോച്ചൻ വിനോദ് എന്നൊരു പേര് കാണിക്കുന്നു. വിനോദ്. പുള്ളി പറഞ്ഞ ഞാനാ വിനോദ്. ചില കടഭാരത്തിൻ്റെ മണ്ഡലങ്ങൾ ഇടുന്നില്ല നിങ്ങളാരും. മരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ എന്നെ കാണിക്കുന്നു. മരിക്കാൻ പുള്ളി കരഞ്ഞു. ഭാരപ്പെടണ്ട, ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം, നമുക്ക് ഈ ബന്ധനം അങ്ങ് അഴിക്കാം. ഇവനെ എന്തിനാ വിട്ടെ? നിങ്ങൾ പറ. എടാ, ഒരുത്തനിത് അഴിച്ചു, അതൊന്ന് പോയി പറയാനല്ലേ നിന്നെ ഏൽപ്പിച്ചുള്ളൂ. ഈ പറയാൻ വന്നവൻ ഇവിടെ ബന്ധിക്കുക. ഇതാ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ തലയിൽ കയറിയെന്ന് എനിക്കറിയത്തില്ല. ഇല്ലേ? ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിന് ഒരു വാല്യൂ ഇല്ലേ? ഇത്ര നോക്കൂ, ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ പിശാചിൻ്റെ ആധിപത്യത്തെ പോലും തൻ്റെ മരണത്താൽ തോൽപ്പിച്ചിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരപ്പൻ്റെ മക്കളായിട്ടാണ് നമ്മളിപ്പോൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൻ ആരാന്നുള്ളൊരു ബോധ്യമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇമാതിരി കൾട്ടുകളിൽ പോയി വീഴില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്തൊരു, എനിക്ക് പലപ്പോഴും ചിരി വരുന്ന ഒരു കാര്യം കൂടെ പറയാം. ചിന്തയുള്ള കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശ്രദ്ധിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ട്, എനിക്കും മക്കളുണ്ട്. ഞാൻ ഉദാഹരണത്തിന് പറയാം, ജോബി പാസ്റ്റർക്ക് ഒരു മകനുണ്ട് എന്ന് ഉദാഹരണത്തിന് ചിന്തിക്കുക. ഒരു മകൻ, ഈ മോനോട് ജോബി പാസ്റ്റർ മിണ്ടൂല. എന്ത് ചെയ്യില്ല? മിണ്ടൂല. അപ്പോൾ മോന് ഒരു 18 വയസ്സായി. അപ്പോൾ മോനൊരാഗ്രഹം, ഒരു കാർ എടുക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ, കാർ എടുക്കണം. അപ്പം മോൻ അപ്പുറത്തെ വീട്ടിലെ
ചന്ദ്രൻ ചേട്ടനോട് ചെന്നിട്ട് പറയാ, ചന്ദ്രേട്ടാ തിരക്കുണ്ടോ? ഇല്ല. എന്നടാ? ഒരു കാര്യം പറയാനുണ്ട്. എന്നാ മോനെ? എനിക്കൊരു കാറ് മേടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനെന്നാടാ? നല്ല കാര്യം. അതിന് പിന്നെ അതിനിപ്പോൾ പപ്പയ്ക്ക് അതിനുള്ള ഒരു സപ്പോർട്ടുണ്ടോ, എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ എന്ത് ചെയ്യണം? പപ്പായോടൊന്ന് ചോദിക്കണമെന്ന്. എനിക്ക് കാറ് വാങ്ങിത്തരാനുള്ള പദ്ധതി വല്ലതും പപ്പയ്ക്ക് ഉണ്ടോ എന്ന് ചന്ദ്രൻ ചേട്ടനൊന്ന് ചോദിക്കണം. ശരി. അപ്പം ചന്ദ്രൻ ചേട്ടൻ ചെന്ന് ആരോട് ചോദിക്കുകയാണ്? കേൾക്കുന്നുണ്ടോ ഇവിടെ? ചന്ദ്രൻ ചേട്ടൻ ചെന്ന് ജോയ് പാസ്റ്ററോട് ചോദിക്കുക, ജോയ് പാസ്റ്റർ എന്നോട് മോന് ഒരു കാറ് വാങ്ങണമെന്നൊക്കെ ഉള്ളൊരു താല്പര്യം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അത് വാങ്ങിക്കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉടനെ ജോയ് പാസ്റ്റർ പറഞ്ഞു, ഉടനെ ഇല്ല, ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ. അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ തിരിച്ച് നേരെ ആരെടുത്ത് വരുവാ? മോൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, മോനെ കാറിൻ്റെ വിഷയത്തിൽ ഡിസംബർ മാസത്തിലൊരു വിടുതൽ കാണുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് മിണ്ടൂല. അതറിയാൻ ഞാൻ പവർ വിഷനിൽ കാണുന്ന ചന്ദ്രൻ ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കണം, എൻ്റെ വിഷയത്തിൽ ദൈവം എന്നോട് എന്തൊരു ഗതികേടാണെന്ന് നോക്കുക. വരേണ്ടിയില്ലായിരുന്നല്ലേ? സ്തോത്രം. ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കൊള്ളയടിച്ച് പറ്റിക്കപ്പെട്ട് അവസാനം പെന്തക്കോസ് അങ്ങ് വെറുത്തു പോയിട്ട് കഠിനപ്പെട്ട് പറയുക, ഇതിനേക്കാളും നല്ല ഞാൻ തിരിച്ചു പോവുക. ആരാ ഇതിൻ്റെ ഉത്തരവാദി? ദൈവവചനം ശരിയായി പഠിക്കാത്തത് കൊണ്ട്. 23 വർഷമായി ഷമീർ അബ്ദുൽ സലാം ഈ പുസ്തകം ചുമന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇന്ന് വരെയും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് നന്മയാകട്ടെ, അത് തിന്മയാകട്ടെ. എനിക്ക് വേറൊരാൾ എൻ്റെ അപ്പൻ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ. അപ്പന് എന്നോട് സംസാരിക്കാൻ പറ്റാത്ത ഉടനെ എന്തോ കുരുത്തക്കേട് എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ ക്രമീകരിച്ചാൽ മതി, അപ്പൻ എന്നോട് സംസാരിക്കും. അല്ല, ആ കുരുത്തക്കേട് ഞാൻ വെച്ചിട്ടും വേറൊരാൾ വഴി എന്നോട് ദൈവം സംസാരിക്കുമെങ്കിൽ അതെന്ത് ദൈവമാണെന്നാണ് ഞാൻ ചോദിക്കണേ. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രവാചക ശബ്ദം ഇങ്ങനെ ഒരു കാറോ വീടോ ലോറിയോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവാചക ശബ്ദം, പ്രവാചകന്മാരുണ്ട് കേട്ടോ, അത് അറിവില്ലായ്മ കൊണ്ട് പ്രവാചകനില്ല അല്ലല്ല, എന്താ ഈ പ്രവചനമെന്ന് പഠിക്കുക. പുതിയ നിയമത്തിലുള്ള ഒറ്റ അപ്പോസ്തലന്മാരും ഒരു വ്യക്തികളുടെയും മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പ്രവചിച്ചിട്ടില്ല. ഉണ്ടോ? പുസ്തകത്തിലില്ലാത്തത് പിന്നെ എവിടുന്നാ കിട്ടിയേ? ഒരു പ്രവാചകൻ പറയുന്നു, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ഇപ്പം തന്നെ കാനഡയിലേക്ക് സീൽ അടിക്കുകയാണ്. അടിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഇയാൾ കാനഡയിൽ ചെന്നപ്പം പുള്ളിക്ക് സന്തോഷമായി, പ്രവാചകൻ സീൽ അടിച്ചുകൊണ്ട് കാനഡയിൽ ചെന്നു. പക്ഷെ തലച്ചോറ് ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ ചിന്തിക്കണം, ഇവൻ അവിടെ കാനഡയിൽ ചെന്നപ്പോൾ വർഷങ്ങളായി അവിടെ കിടക്കുന്ന ഗോപാലകൃഷ്ണനും അമ്മദ് കുട്ടിയും അവിടെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ആരാ സീൽ അടിച്ചത്? ഇത് ചിന്തിക്കാനുള്ള സുബോധം പോലും ഇല്ല മനുഷ്യർക്ക്. ദൈവസഭയിലേക്ക് വിളിക്കപ്പെട്ട, ഈ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ട നമ്മളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാവണം. ഈ ലോകത്തിൽ സകലത് നേടിയിട്ടും നാം നിത്യതയിൽ കർത്താവിനോട് കൂടെ ഇല്ല എങ്കിൽ എന്താണ് പ്രയോജനമെന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ പ്രവാചകനെ 100% ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. പ്രവചനാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന സൺഡേ ക്ലാസ്സിലെ കുഞ്ഞു മുതൽ അങ്ങ് പുറകിലിരിക്കുന്ന പിതാക്കന്മാർ വരെ ആർക്കും ഷമീർ കൊല്ലത്തോട് പ്രവചിക്കാം. പക്ഷേ നിങ്ങൾ പ്രവചിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ എൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ കുറവുകൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണം. ഞാൻ നെടുമ്പാട് വീഴും. ഇനിയും എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളെന്നോട് പ്രവചിക്കണം. അല്ലാതെ ഷമീർ എന്ന പേര് കേൾക്കുമ്പം ചില അറബികളെ നേടാൻ നിന്നെ ഉപയോഗിക്കും, പോയി പണി നോക്കടാന്ന് ഞാൻ പറയും. മനസ്സിലായി? ഇതൊക്കെ കാലങ്ങളായി കേട്ട് തഴമ്പിച്ചു പോയ കാര്യങ്ങളാണ്. ഫ്ലൈറ്റ് കേരളത്തിൽ നിന്ന് കയറുന്നത് വരെ ആരും പ്രവാചകന്മാരല്ല. ഗൾഫിലോ അമേരിക്കയിലോ വന്നിറങ്ങിയ പിന്നെ ടേ 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 എന്നങ്ങോട്ട് ദൂത് വരിക. ഇവരാരും നാട്ടിൽ വന്നിട്ട് ഒന്നും പ്രവചിക്കും നമ്മളാരും കണ്ടിട്ടുമില്ല. ഇവർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നെ വിളിക്കണ്ടെന്നാ? അല്ല, അവർ വിളിച്ചിട്ട് വന്നതല്ല, കൊച്ചുവച്ചാൻ ത്രൂ വന്നതാണ്. പ്രൈസല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഒരു ഗൾഫിലോ അമേരിക്കയിലോ വിദേശത്തോ ഒരു പാസ്റ്റർമാർ വന്നാൽ
അവർ ഇരിക്കുന്നവരെ വെറുപ്പിച്ച് ഉള്ളത് നഷ്ടപ്പെടുത്താതെ എന്തെങ്കിലും വല്ലതും കിട്ടുന്ന ഒപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നിടത്ത് ഇങ്ങനൊക്കെ പറയുന്നത് വിരോധം കൊണ്ടാണോ? നിങ്ങൾ കഠിനപ്പെട്ട് പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വഞ്ചിക്കപ്പെടരുത് പ്ലീസ്. പറ്റിക്കപ്പെടാൻ ഇരുന്ന് കൊടുക്കരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തിരിച്ചു വരാം. അമേരിക്കയിൽ ചെന്ന സമയത്ത് ഞാൻ അച്ചാൻ്റെ പേര് പറയുന്നില്ല, ഞങ്ങളിങ്ങനെ കാറിൽ സംസാരിച്ചിരുന്നു. അച്ചാൻ ഒരു അനുഭവം പറഞ്ഞു. നാട്ടിൽ നിന്നൊരു വലിയ പ്രവാചകി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം പറഞ്ഞു, പിന്നെ അച്ഛൻ വരണം, ഭയങ്കര ദൂത ഭയങ്കര എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, എന്നാൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്കാരൻ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ഈ പ്രവാചകി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങിയപ്പം ഇതിപ്പോൾ മീഡിയയിൽ വരുമ്പം അച്ചായൻ കേൾക്കും, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പം അച്ചായൻ അവിടെ ഇരുന്നപ്പം ഈ പ്രവാചകി പറഞ്ഞു, ഭാര്യ അറിയാത്ത ഒരു ബന്ധം ഉള്ളതായിട്ട് ആത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു ഈ അച്ചായനോട്. ഉടനെ ഈ അച്ചായൻ എന്ത് ചെയ്യുന്നറിയോ? ഈ അച്ചായനോട് ആണോ ദൈവദാസി, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്ത് ഭാര്യയുടെ നമ്പറിൽ വിളിച്ചു, സ്പീക്കർ ഇട്ട് വെച്ചിട്ട് പറഞ്ഞു, എടീ നീ അറിയാത്തൊരു ബന്ധം എനിക്കുണ്ടെന്നാണ് പ്രവാചകി ആത്മാവിൽ പറയുന്നത്. ഇനിയിപ്പോൾ അതാരാ എന്താണെന്ന് നീയും കൂടെ അങ്ങ് കേട്ടോളാൻ പറഞ്ഞു. സ്പീക്കർ ഇട്ട് വെച്ചിട്ട് പറഞ്ഞു, അവരുടെ അഡ്രസ്സും വീട്ടു നമ്പറും പറ, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. പറഞ്ഞേച്ചേ ഇവിടുന്ന് പോകത്തോളെന്ന് പറഞ്ഞു. പ്രവാചകി അവിടെ ഇരുന്ന് ആകെ വിയർത്തു പോയി. മനസ്സിലായോ? ഞാൻ ആവുന്നത് അച്ചാനോട് ചോദിച്ചാൽ അതാരാന്ന് പേര് വേണ്ട പേര് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേജിൽ പറയും, അതുകൊണ്ട് ജീവിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞു. വഞ്ചിക്കപ്പെടരുത്. പ്രൈസ് അല്ലാഹ്. അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചത് പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോട് ഈ നല്ല വാർത്ത. നമുക്ക് എന്ത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ പൊതുസമൂഹത്തോട്, ഈ കാണുന്ന ജനത്തോട്, യേശു നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, കർത്താവ് നിനക്കും കൂടെ വേണ്ടിയാണ് മരിച്ചത്. ആ യേശു ക്രിസ്തുവിനെ നീ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നീ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും. നിൻ്റെ വീട്ടിലെ സകല ഇരുട്ടുകളും മാറും, നിൻ്റെ കുടുംബത്തിലെ സകല ഇരുട്ടുകളും മാറും, നീ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും. എത്ര മനോഹരമായിരിക്കുന്ന കാര്യമാണ് കർത്താവ് ഏൽപ്പിച്ചത്. ആ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ സുവിശേഷം ഫലമേൽപ്പിച്ചിട്ട് കർത്താവ് ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന സമയം വന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, നമുക്കറിയുന്ന കാര്യമുണ്ട്, ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട. 1-ാം അധ്യായത്തിൽ കർത്താവ് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുമ്പോൾ ശിഷ്യഗണമെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായി ദൂതന്മാർ വെളിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, പ്രവൃത്തി 1:11, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി ബഹറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശു മടങ്ങി വരും. കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു പക്ഷേ പെന്തക്കോസ്തുകാർ പോലും ചിന്തിച്ചേക്കാം, കാലങ്ങൾ എത്രയായി കേൾക്കാൻ തുടങ്ങിയിട്ട്, സൺഡേ ക്ലാസ് തൊട്ട് കേൾക്കുക, യേശു വരും യേശു വരും. നാളെ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞ് ഇനി യാശു വരും എന്ന് പറഞ്ഞ് ഇനി ഇപ്പോഴെങ്ങാനും വരുമോ എന്ന്. ശ്രദ്ധിച്ചേ, ആ കാലം തൊട്ട് പറഞ്ഞു തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം ഇന്ന് നിവർത്തി പദത്തിലെത്തി നിൽക്കുകയാണെന്ന് മറക്കരുത്. പ്രൈസ് അല്ലാഹ്. മത്തായി സുവിശേഷം 24:23 കർത്താവ് പറയുകയാണ്, അതാ അന്നാളിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ, എന്താ വാക്കിനർത്ഥം? വൃതന്മാരെ വയസ്സായവരെ, വൃദ്ധന്മാരെ ആണോ? അല്ല, വിശ്വാസ വീരന്മാർ, വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാനായി കഴിയുമെങ്കിൽ വലിയ അടയാളങ്ങളും, ചെറിയ നടുവേദന, പല്ലുവേദന, ഉളുക്ക് വിരിപ്പെന്നല്ല കർത്താവ് പറഞ്ഞേ, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കാൻ ശ്രമിക്കുമെന്നാണോ കാണിക്കുമെന്നാണോ പറഞ്ഞത്? നിങ്ങൾ പറ. കാണിക്കും. എന്നാൽ നിങ്ങൾ പുറപ്പെടരുത് എന്നല്ലേ പറഞ്ഞേ? അല്ലേ? ഇത്ര കൃത്യമായ മുന്നറിയിപ്പ് സ്വർഗത്തിലെ കർത്താവ് തന്നിട്ടും ദേ അവിടെ ഇങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനീ വിളറി പിടിച്ചോടണം? ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളോട് മുന്നറിയിപ്പ് തന്നില്ലേ? പോകരുത്, ചലിക്കരുത്, നിങ്ങൾ ഇളകിപ്പോകരുത് എന്നെല്ലാം കർത്താവ് പറഞ്ഞില്ലേ? അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴിയുമെങ്കിൽ വലിയ അടയാളം അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കണം. പക്ഷെ ദൈവവചനത്തെക്കുറിച്ച് പഠനമുള്ളവന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, പക്ഷേ എന്ത്
കൃത്യം ദൂത പറഞ്ഞു. അതെങ്ങനാ? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ തത്തയും കൊണ്ടുവരുന്നവൻ ഇതിനേക്കായി കൃത്യമായിട്ട് പറയുമായിരുന്നു. തത്തയും കൊണ്ടുവരുന്നവൻ പറയുമായിരുന്നു. നമ്മൾ അതിശയിച്ചിട്ടുണ്ട്, ഇയാൾ ഇതെങ്ങനെയായി പറയുന്നതെന്ന് അതിശയിച്ചിട്ടുണ്ട്. വേണ്ട. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ മക്കദോനിയയിൽ പുറപ്പെട്ട പൗലോസിൻ്റെ ശീലാസിൻ്റെ പിറകിൽ ഒരു അമ്മാമ വന്നു. അമ്മാമ എന്താ പറഞ്ഞത്? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നിരിക്കുവാന്ന്. ഒരു വരി തെറ്റുണ്ടോ അമ്മാമ പറഞ്ഞത്? പറ. പക്ക ദൂത്. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ഡേറ്റ് മേടിച്ച് വെച്ചാൽ അമ്മാമയെ വിടത്തുള്ളൂ. അമ്മാമ വീട്ടിലൊരു 3 ദിവസം പ്രാർത്ഥന വെച്ചാൽ വരുമോന്ന് ഡേറ്റ് മേടിക്കും. പിന്നെ കൃത്യം ദൂതാ, നമ്മൾ പിടിച്ചേ വിടുകയുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസ് വിവേചിച്ചു, ദൂത് കൃത്യമാ, പക്ഷെ അകത്ത് ദൂതനല്ല, ഭൂതമാ. ഈ തിരിച്ചറിവാണ് ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ. മനസ്സിലാവുന്നു? നമ്മൾ എന്തിനാ ഈ പാച്ച് ഓടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശത്തിന്, നിത്യതയ്ക്ക് വേണ്ടിയല്ല. കാരണം നിത്യതയ്ക്കുള്ളത് കർത്താവ് നമുക്ക് തന്നല്ലോ. പിന്നെ നമ്മൾ ഈ ഓടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഭൗതികമായ നന്മകൾ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണ്? കർത്താവ് നടത്തില്ലേ? വിശ്വാസമില്ലേ? കർത്താവ് നടത്തത്തില്ല എന്ന് ഷമീർ കൊല്ലത്തിന് വിശ്വാസമില്ലെങ്കിൽ ഷമീർ കൊല്ലം മാനുഷികമായി വല്ല ചില്ലറ ഒപ്പിക്കാനായി ഇവിടെ വരുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് ഒരു പ്രോജക്റ്റ് വെക്കും. ഞാൻ നാട്ടിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ ഇതുണ്ട്, ഇവിടെ അതുണ്ട്, മറ്റേതുണ്ടെന്ന് പറഞ്ഞൊരു 20 മിനിറ്റ് പ്രോജക്റ്റിന് വേണ്ടി കളയും. എന്നിട്ടൊരു പിരിവ് നടത്തും, പോകും. അതിൻ്റെ ആവശ്യമില്ല. 23 വർഷം തെരുവിൽ കവലയിൽ പോസ്റ്റിനോടും മരത്തോടും പ്രസംഗിച്ചിട്ട് പോറ്റിയ സ്വർഗം ഇനി അങ്ങോട്ടും പോറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിക്കുന്നത്? അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കുക, നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം സുവിശേഷം വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം പോലും നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവൻ നരകത്തിൻ്റെ പടുകുടിയിൽ പതിക്കാതിരിക്കാൻ അവനെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഓഫീസുകളിൽ കയറി സുവിശേഷം പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ദൈവം വിദ്യാഭ്യാസം തന്നു, നല്ല സ്ഥാനം തന്നു. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് ഒരു അർഹതയില്ലാത്ത കസേരയല്ല ദൈവം എന്നെ കൊണ്ടിരുത്തിയേക്കുന്നത്. എന്തിനാ? അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനോട് കർത്താവിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ. ഈ ദൗത്യങ്ങളെല്ലാം മറന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നത് നമ്മളൊരു കൊച്ചു അംബാനിയാക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റിപ്പോയി. കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എല്ലാവരും ഇരുന്ന് കഴിച്ചു. ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എവിടെ പോയി? പറ. പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ ആരെ അന്വേഷിക്കുന്നു? യേശുവിനെ അന്വേഷിച്ചു. അവസാനം കണ്ടെത്തിയപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം ബൈബിളിലെ കാര്യമാണ്. നാഥ, ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു. കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ടെങ്ങാണോ ആയിരിക്കുമെന്ന്. കർത്താവ് ചോദിച്ചു, എന്നാ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ ഇവന്മാരെല്ലാം തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ മരുഭൂമിയിൽ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്നായാ കൊടുത്തതെന്ന്. അതെന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നീ ഞങ്ങൾക്കിപ്പം അപ്പവും മീനും അല്ലേ തന്നേ, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്തത് ഇറച്ചിയായിരുന്നെന്ന്, കാട. ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് എന്താ വേണം? ഈ ഇറച്ചിയും കൂടെ വേണമെന്ന്. ഇപ്പം കർത്താവിന് മനസ്സിലായി ഇത് തിന്നാനിറങ്ങിയ വകുപ്പാന്ന്. പിടി കിട്ടുന്നുണ്ടോ? എന്നാ വേണ്ടാത്തത്? തിന്നാനിറങ്ങിയ വകുപ്പ് നമ്മുടെ ഇടയിലുണ്ടല്ലോ. സംശയമുണ്ടോ? സഭായോഗത്തിന് വരാത്തവരും കോട്ടേജ് മീറ്റിങ്ങിന് വരും. അതെന്നാ വരുന്നത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇത് ആഹാരത്തിന് വേണ്ടി വന്നിരിക്കുന്ന കൂട്ടമെന്ന് മനസ്സിലായി. അപ്പോൾ കർത്താവ് വിഷയം മാറ്റി ഗൗരവമുള്ള വിഷയത്തിലൂടെ, നിങ്ങൾ ഭൗതികമായ ആഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് ഭൗതികം അങ്ങോട്ട് വിട്ടേച്ച് നിത്യതയെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടും, കുറുനരിക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല. എടാ മക്കളെ, ഇപ്പം അപ്പമെങ്കിലും കിട്ടി, ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കയറി കിടക്കാൻ ഇടം പോലും കിട്ടാത്ത അവസ്ഥയിൽ പോന്നേ എന്ന് പറഞ്ഞേച്ച് കർത്താവ് ഇച്ചിരി കൂടെ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ നിമിത്തം, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ സ്വന്തം പ്രാണൻ കൂടെ വിടാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ വായിച്ചിട്ടില്ലേ? പറഞ്ഞിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കി, 5000 ഇല്ല 500 ഇല്ല, മിച്ചം എത്ര ഉണ്ടെന്ന് ബൈബിള് പഠിച്ചവർ പറ. മിച്ചം 12. ആ രംഗം നിങ്ങളൊന്ന് വായിച്ചു വിടാതെ ഒന്ന് ഭാവനെ കണ്ടു നോക്കേ. കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം സുവിശേഷം അപ്പനെ അമ്മ വീടോ വസ്തു നിലങ്ങളെ സ്വന്തം പ്രാണനെ വിടാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കി 12 എണ്ണം.
ആ രംഗം ഞാനൊന്ന് പറയാം, എൻ്റെ ചിന്തയെ പറയാം. കർത്താവ് ബാക്കിയുള്ളവരൊക്കെ എന്ത് വെച്ചാൽ, ഇപ്പോൾ പത്രോസ് പുള്ളിയാണല്ലോ ആദ്യം പറയും. പത്രോസ് പറയും എല്ലാവരും പോയാ അതിനാച്ചാ പോയാ, പിന്നെ ഒരു മര്യാദയ്ക്കൊക്കെ പറയണ്ടേ? അല്ല, ഒരു മര്യാദയൊക്കെ വേണ്ടേ? എല്ലാം വേണം, ഒരു ഇച്ചിരി മയത്തിനൊക്കെ. ഇപ്പോൾ നിങ്ങളെന്തോ ഇപ്പോൾ അപ്പനെ വിടണം, അമ്മയെ വിടണം, വസ്തു വിടണം, നിലങ്ങൾ വിടണം, മക്കൾ. ഈ വസ്തുവൊക്കെ മേടിക്കാൻ എത്ര സർവേക്കല്ല് തോണ്ടിയിട്ടാണ് ഇത് മേടിച്ചതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കെല്ലാം ഇങ്ങനെ വിടുന്നങ്ങ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് എല്ലാം ഒരു മയത്തിന്. മനസ്സിലായോ? എൻ്റെ ചിന്ത പറഞ്ഞതാണ്. അപ്പം ആ കർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനോ ജോബി പാർഷോ അസറോ പാർഷോ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോ ആയിരുന്നെങ്കിൽ, കർത്താവിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ മനുഷ്യന്മാരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് പറയുമെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ പത്രോച്ച പോട്ടെ, സംഭവിച്ചു, ഞാൻ ആവേശത്തിലങ്ങ് പ്രസംഗിച്ച് പോയി, ഇനിയിപ്പോൾ പോട്ടെ, ഇനി നിങ്ങളെങ്കിലും വിട്ടേച്ച് പോകരുത്. നാട്ടുകാർ കണ്ടാൽ ശരിക്കും 5000 എണ്ണം കൊണ്ട് ഇറങ്ങി, ഇപ്പോൾ എത്രയേ ഉള്ളൂ? ഇപ്പോൾ കുറഞ്ഞു വരും നാണക്കേട്. അതുകൊണ്ട് അച്ഛൻ നിങ്ങളെങ്കിലും ഇട്ടേച്ച് പോകരുത്. ഒരു കാര്യം ചെയ്യും, അച്ഛനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷാറും. അങ്ങനെയാണല്ലോ നമ്മൾ ആളെ കൂട്ടുന്നത്. അച്ഛനെ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷാറും ആക്കാം. ഉള്ളത് കൊണ്ട് നമുക്ക് തട്ടിപ്പൊത്തി കൂടാ. നിങ്ങളിവിടെ നില്ല് എന്നല്ലേ നമ്മൾ പറയൂ ദൈവാസന്മാരെ? സത്യസന്ധമായി പറ, അല്ലേ? അതെ. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കർത്താവ് തിരിഞ്ഞിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകാൻ പൊക്കോ എന്ന് പറഞ്ഞു. ഈ പോയവർ പോകാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ? ഇത് കഠിന ഉപദേശം. ഇത്രയും കഠിനമായിട്ടൊന്നും പറഞ്ഞാൽ ചർച്ച ആള് കയറത്തില്ല പാസ്റ്ററെ. ഇത് കഠിന ഉപദേശം, ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തണം. ഇത് കഠിന ഉപദേശം. എന്നാൽ കർത്താവ് ചോദിച്ചെന്തെന്നറിയാമോ? ഈ ഉപദേശം ഇച്ചിരി കഠിനമാ. ഈ കഠിന ഉപദേശം അനുസരിച്ച് എന്നെ പിൻപറ്റാൻ മനസ്സുള്ളവർ എൻ്റെ പുറകെ വന്നാൽ മതി. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ഉണ്ടോ? ഉടനെ ശിഷ്യന്മാർ പറഞ്ഞൊരു വാചകം എൻ്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ചൊരു വാചകമാണ്. അവർ തിരിച്ചിട്ട് പറഞ്ഞ ഒറ്റ ഡയലോഗേ ഉള്ളൂ, ആമേൻ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ വക്കലുള്ളപ്പോൾ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് സഭയിൽ ആരാധനയ്ക്ക് പോയാലും ഒരു കാര്യം ഞാൻ പറയാം, അവിടെ നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കോണം. അല്ലാത്തതൊന്നും ദൈവസഭയല്ല. തന്നെയും പിന്നെയും വിടുതൽ. എടാ, കർത്താവ് വരാറായി. നീ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തട്ടിപ്പോയാൽ നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന് ഓരോ ആരാധന കഴിയുമ്പോഴും നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചേച്ച് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന, നിത്യതയ്ക്ക് വേണ്ടി സഭയെ ഒരുക്കുന്ന ഒരാത്മീയ തലത്തിലേക്കാണ് ഇന്ന് ദൈവസഭ നയിക്കപ്പെടേണ്ട കാലഘട്ടം. അതിനെക്കുറിച്ചൊരു മരുന്നിന് പോലും പറയാറില്ല സഭായോഗങ്ങളിൽ ഇന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇത് കഠിന ഉപദേശമെന്നാണ് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഈ ബഹ്റിൻ എന്ന് പറയുന്ന ഈ മഹാസമുദ്രത്തിൽ ഇഷ്ടംപോലെ മീൻ ഇപ്പോഴും കിടപ്പുണ്ട് പിടിക്കാൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിടിക്കാൻ ആളില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ഇച്ചിരി പാടാ. മണലിൽ കിടക്കുന്ന വള്ളം തെള്ളി സമുദ്രത്തിലോട്ട് നീക്കി പിന്നെ അങ്ങനെ തുഴഞ്ഞ് തിരമുറിച്ച് ആഴക്കടലിൽ ചെന്ന് അവിടെ ചെന്ന് വലയെടുത്ത് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് വീശി ദീർഘക്ഷമയോടെ കാത്തിരുന്ന് കാറ്റും കോളും തിരമാലയൊക്കെ സഹിച്ച് തണുത്ത് വിറച്ച് പിന്നെ ഇതിങ്ങനെ വലിച്ചിങ്ങനെ കയറ്റുമ്പം വല്ല കാരിയോ കൂരിയോ ഞണ്ടോ എങ്ങാണോ ആണെങ്കിൽ അതിൻ്റെ കുത്തും കിട്ടി ഇതെല്ലാം സഹിച്ച് കടലിൽ നിന്ന് ഒന്നിനെ നേടാൻ പറ്റും. അതുകൊണ്ട് കടലിൽ നിന്ന് മീൻ പിടിക്കാൻ ഇപ്പോൾ ആളില്ല. എല്ലാവരും അക്വേറിയത്തിൽ നിന്ന് കോരാൻ നടക്കുക. വല്ലവനും പിടിച്ച് കണ്ണാക്കൂട്ടിലിട്ടിരിക്കുന്ന അക്വേറിയത്തിൽ നിന്ന് 4 ഗോൾഡൻ ഫിഷിനെ കോരി ഇപ്പുറത്ത് കൊണ്ടിട്ട് കൊട്ട് സഭ. എന്നാ വേണ്ടാതെ? സ്തോത്രം. എന്നാൽ കർത്താവ് ഭരമേൽപ്പിച്ചത് ഈ സുവിശേഷം സകല സൃഷ്ടികളോടും അറിയിക്കാൻ. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ വിളംബരം ചെയ്തു, യേശു വീണ്ടും മടങ്ങി വരും. ശ്രദ്ധിച്ചു. ഈ ആലോചന ഏറ്റെടുത്ത ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്ന് വായിച്ചുകൊണ്ട് നമുക്ക് തുടർചിന്തയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:12 മുതൽ 11 താഴോട്ട് അങ്ങോട്ട് വായിച്ചാട്ടെ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ ശ്രദ്ധിച്ചോണം കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോണം. അവിടെ എത്തിയപ്പോൾ ശിഷ്യന്മാർ പാർത്ത മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങളാണ് താഴോട്ട് വായിക്കുന്നത്. പത്രോസ്,
യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പൊ പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ അടങ്ങുന്ന ഈ സംഘം ഇവരെല്ലാവരും സ്ത്രീകളോടും, അടുത്ത പദം ഒന്ന് വേണേ വരയിട്ടോണം, സുവിശേഷം പറയുന്നവർക്ക് ഉപകാരപ്പെടും. സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ ഒരു കാര്യം സീലടിച്ചുറപ്പിച്ചു. കയറിപ്പോയ കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമാസ് ലീഗയുണ്ട്, യുദാസ് ലീഗയുണ്ട്, മറിയ ഉണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് 2-ാം അധ്യായം 1-ാം വാക്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2:1. ഇവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് വന്നു? പറ. അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നു. അങ്ങനാണോ? പിന്നെന്താ വന്നേ? പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസ്ത് കാർ, അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ അതൊരു ദിവസമാണ്. ഏത് ദിവസം? 50-ാം പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസം വന്നപ്പോൾ അവർ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുക. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്തത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ നിൽക്കട്ടെ. ഈ ഒരു വാക്യം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇപ്പം മറ്റൊരു നാശകോടാലി വന്നിട്ടുണ്ട്. എന്താ? പരിശുദ്ധാത്മാവ് തീയാണെന്ന് പറഞ്ഞ് കുറേ പിള്ളേർ ഇപ്പോൾ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചെന്നും പറഞ്ഞാണ് ഈ വെകിളി മുഴുവൻ കാണിക്കുന്നത്. നിങ്ങൾ ആ വാക്യത്തിലോട്ടൊന്ന് നോക്കിയേ. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്നാണോ അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവെന്നാണോ എഴുത്ത്? നാവ്. അപ്പം ജാലയോട് ഉപമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണോ നാവിനെയാണോ? ഇത്രയേ ഉള്ളൂ കാര്യം. പരിശുദ്ധാത്മാവ് തീയാണെന്നൊരു വ്യാഖ്യാനം വേദപുസ്തകത്തിലില്ല. ഇല്ല. ഇപ്പം ചില ആളുകൾ പറയും, പാസ്റ്ററെ, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് തീയല്ലേ എന്ന് വരാം, നമുക്ക് അതിലോട്ട് വരാം. തൽക്കാലം ഇവിടുത്തെ തീരട്ടെ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ തീയോടൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉപമിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഈ ഉപമയായി പഠിക്കണം, ആലങ്കാരികത്തെ ആലങ്കാരികമായി പഠിക്കണം, അഭിപ്രായത്തെ അഭിപ്രായമായി പഠിക്കണം, ഉപദേശത്തെ ഉപദേശമായി പഠിക്കണം. അഭിപ്രായം ഉപദേശമാക്കിയാൽ പൊളിഞ്ഞു. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയുന്നു, വിവാഹം കഴിക്കാത്തവരും വിധവമാരും എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ നന്ന്. അഭിപ്രായമാണ് അത്. ജോബി പാസ്റ്റർ സഭയിൽ ഉപദേശമാക്കിയാൽ ഈ പിള്ളേരെ കെട്ടിക്കാൻ പറ്റുമോ? എന്നാൽ അതേ പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാനല്ല, കർത്താവ് തന്നെ പറയുന്നത്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അത് ഉപദേശം. മനസ്സിലായോ? ഇനി ഉപമ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇത് ഉപമയാ അല്ലേ? എന്താ ഈ ഉപമയുടെ അർത്ഥം? ഒരു വീട് പണി ഒരുത്തൻ നടത്തിയാൽ ആ വീടിൻ്റെ സകല ഡെക്കറേഷനും ജനലും സകലവിധമാകുന്ന ടൈലും മാർബിളും ഒക്കെ ഇട്ടെന്ന് പറഞ്ഞാലും അതിന് വാതിലിടാതെ വിലപിടിപ്പുള്ള ഒറ്റ സാധനം അവിടെ കൊണ്ടിടുവോ? ഇല്ല. അപ്പോൾ ഒരു വീടിൻ്റെ സുരക്ഷ എന്താ? വാതിൽ. കർത്താവാണ് എൻ്റെയും നിൻ്റെയും സുരക്ഷ. കർത്താവില്ലാത്ത ജീവിതം തുറന്നിട്ട വീട് പോലാ, സുരക്ഷിതത്വമില്ല. അത് അവിടുത്തെ മർമ്മം. അത് കേട്ടിട്ട് ഒരുത്തൻ തേക്കും തടിയുടെ ഒരു കതക് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് മാലയിട്ടേച്ച് കർത്താവ് വാതിലാന്ന് പറഞ്ഞു. ഈ വാതിൽ യേശുവാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലേ? ഇതുപോലെയാണ് ഈ ഉപമയെടുത്ത് അക്ഷരീകമായി പാട്ടെഴുതുന്ന ആളുകൾ. തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തുള്ളുക. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ചില വാക്യങ്ങളൊന്നും ഇവന്മാർ കാണല്ലേ എന്ന്. എന്താണെന്നറിയാമോ? ഇസ്രായേലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അവിടെ പിതാവായ ദൈവത്തെ എന്തിനോടാണ് ഉപമിച്ചേക്കുന്നത്? അമ്മക്കോഴി. ഇതെങ്ങാനും ഇവന്മാർ കണ്ടാലോ, കോഴി പോലെ ഇറങ്ങണമേ ചുണ്ടും കൊണ്ടു കൊത്തേണമേ എന്നും പാടും. അപ്പോൾ നിങ്ങൾ തുള്ളും. ഇത് തമാശ പറയുന്ന കാര്യമല്ലിത്. ഇവിടെ സീനിയറായിട്ടുള്ള ദേവദാസന്മാർ ഇതിൻ്റെ ഇടയ്ക്കും ഇരിപ്പുണ്ട്. ചോദിക്കാം, ഒരു പാട്ടെഴുതുന്നതിന് ഈ പുസ്തകത്തിൽ പ്രമാണമില്ലയോ ദൈവദാസന്മാരെ? ഉണ്ടോ? ഉണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. നേരമില്ല, അതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ നിന്റെ തലമുറയുടെ നാവിൽ ഒരു വായ്പാട്ടായിരിക്കണം പറഞ്ഞില്ലേ?
എന്താണ് പാട്ട്? ദൈവത്തിൻ്റെ കൽപ്പന നിന്റെ തലമുറയ്ക്ക് എന്തായിരിക്കണം? ഒരു വായ്പാട്ടായിരിക്കണം. നേരെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്തോ ഉറക്കെ പറഞ്ഞോ മാമേ, തമ്മിൽ തമ്മിൽ ആ വാക്ക് ശ്രദ്ധിച്ചോ, തമ്മിൽ പഠിപ്പിച്ചുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പഴയ നിയമത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പാട്ടായിരിക്കണം. പുതിയ നിയമത്തിൽ പറയുന്നത് അത് സ്തുതിഗീതമായി പാടുമ്പോൾ തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞിനോട് നാളെ പറയുക, നാളെ സഭായോഗത്തിന് നീ 84 സങ്കീർത്തനം കാണാതെ പഠിച്ചുകൊണ്ട് വരണം. കുഞ്ഞു കടന്ന് വെപ്രാളപ്പെടും, അയ്യോ എനിക്ക് കാണാതെ പഠിക്കാൻ അറിയത്തില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ സ്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്തു? ആ കുഞ്ഞിനൊരു പാട്ടങ്ങ് പഠിപ്പിച്ചു. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. കുഞ്ഞത് പാടി. അതേത് സങ്കീർത്തനമാ? 84. അത് സഭ ഏറ്റുപാടിയപ്പോൾ 84 സങ്കീർത്തനം തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുന്ന അനുഭവമായി മാറി. അതാണ് പാട്ട്. ഇതെല്ലാം പ്രമാണമുണ്ട്. അല്ല, ഒരുത്തൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് തലയും ചൊറിഞ്ഞിട്ട് എന്തൊരു പറയാനാ, എന്തോ ഇപ്പം ചെയ്യാനാ, പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയാ, അതിനിപ്പോൾ നമ്മളെന്ത് വേണം? ഉറക്കപ്പായിന്ന് എന്തെങ്കിലും ഇവരൊക്കെ എഴുതി വെച്ചേച്ച് ഇവിടെ കിടന്നിട്ട് അടിച്ച്. മനസ്സിലായോ? ഇതൊക്കെ കൊണ്ടായി എന്നെ പലർക്കും ഇഷ്ടമല്ലാത്തത്. സ്തോത്രം. ഈ മക്കളെ മനസ്സിലാക്കുക. പോട്ടെ, ഇവിടെ എന്തായാലും പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല. ഇനി യോഹന്നാൻ പറഞ്ഞതിലുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങ് തീർത്തു പോകാം. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗത്തിൻ്റെ മുമ്പും വായിക്കുകയില്ല, പിമ്പും വായിക്കുകയില്ല, നടുക്ക് വരയിട്ട് വെക്കുന്ന ടീമാണ്. താഴോട്ട് വായിക്കുമ്പോൾ അതേ യോഹന്നാൻ പറയുന്നു, വീശുമുറം ആ വരുന്നവൻ്റെ കയ്യിലുണ്ട്, അവൻ വീശും, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി നല്ലത് വേർതിരിക്കും, ആകാത്തത് അവൻ അവൻ തീയിലിട്ട് ചുട്ടുകളയും. അർത്ഥാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും അവൻ അധികാരമുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ ഈ വരുന്ന യേശുവാണ് ന്യായം വിധിക്കാൻ അധികാരമുള്ളവൻ. ന്യായം വിധിക്കാനുള്ള യേശുവിൻ്റെ അധികാരത്തെയാണ് യോഹന്നാൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇനി ഏറ്റവും ഗൗരവമുള്ളൊരു ചിന്ത പറയാം. യോഹന്നാൻ ഇത് പ്രഖ്യാപിക്കുന്നത് ആരോടാണ്? സഭയോടാണോ? സഭയോടാണോ? അല്ല. ഒന്ന് യഹൂദന്മാർ, യഹൂദരല്ലാത്ത സകലരെയും ബൈബിൾ വിളിച്ചിരിക്കുന്നു ജാതികൾ. അങ്ങനാണെങ്കിൽ ക്രിസ്തു മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, വിശ്വാസത്താലുള്ള രക്ഷ ആരംഭിച്ചിട്ടില്ല, സഭ ഉരുവായിട്ടില്ല. അന്ന് യോഹന്നാൻ അഡ്രസ്സ് ചെയ്ത നിങ്ങൾ ആരാണ്? സഭയല്ല. എന്നാൽ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യോഹന്നാൻ പറഞ്ഞ ഇതേ രംഗം കർത്താവായ യേശുക്രിസ്തു എടുത്തു പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:4. ഒന്ന് വായിച്ചേ. 1:4. അപ്പോസ്തലപ്രവൃത്തി 1:4. ആ, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അടുത്ത വാക്ക് കണ്ണു തുറന്ന് കണ്ടോ, വായിക്കേ. യോഹന്നാൻ ആ രംഗമാ പറയുന്നത്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പൊ യേശു അവിടെ എന്ത് കട്ട് ചെയ്തു? പറ. തീ കട്ട് ചെയ്തു. കാരണം ഇവിടെ യേശു അഡ്രസ് ചെയ്യുന്ന നിങ്ങൾ ആരാ? സഭയാ, ശിഷ്യന്മാരാ. സഭ തീക്കായി വിളിക്കപ്പെട്ടതല്ല, സഭ പരിശുദ്ധാത്മാവിനായി വിളിക്കപ്പെട്ടതാണ്. നാം തീക്കായി വിളിക്കപ്പെട്ടവരല്ല. ഇനി ഇത് പറഞ്ഞു കൊടുത്താലും ചിലത് ഒറ്റക്കാലം, ഷമീർ പാസ്റ്റർ നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി, പരിശുദ്ധാത്മാവ് തീയാ തീയാ തീയാ. ആയിക്കോട്ടെ സഹോദര, താങ്കൾ ഈ തീയുടെ പുറകെ പൊക്കോ, ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയാ, മറക്കണ്ട. അപ്പോഴും ഈ തളപ്പൊക്കെ ഉണ്ടാവണം. കണ്ടോ, ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്നു കണ്ടോ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഈ തീ 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 ഈ പിമ്പിരി കയറ്റുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവനൊന്നും പ്രസംഗിക്കാൻ വാചനമില്ല. 10 മിനിറ്റ് എന്തെങ്കിലും പറയുക, പിന്നെ അങ്ങോട്ട് ഇറങ്ങുക, തെളിവിടുക, പ്രാപിച്ചു, പൊട്ടട്ടെ, കത്തട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കുക, വേദപുസ്തകത്തിൽ ദൈവസഭ തീക്കായി വിളിക്കപ്പെട്ടവരല്ല, നമുക്ക് പരിശുദ്ധാത്മാവാണുള്ളത്. സ്തോത്രം. വേഗത്തിൽ മടങ്ങി വരാം. അപ്പോൾ ആ പെന്തക്കോസ് പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വന്നു. താഴോട്ട് വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ
അവർ അവനോട് അല്ലല്ല, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ 2-ാം അധ്യായം. അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ എല്ലാവരും എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? പറ. പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ, മറിയ, ഇവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തോ വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, ജനത്തിൻ്റെ ഭാഷയിൽ. ഇവരെല്ലാം അന്യഭാഷ പറഞ്ഞിട്ടല്ലേ ഈ പാവപ്പെട്ട ദൈവമക്കൾ പറയാൻ തുടങ്ങിയത്? ആണോ? അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞതെന്ന്. മനസ്സിലായോ? ഇവിടെ ആ തുടക്കം. ഇതിൻ്റെ അകത്തുണ്ട് സഭാപിതാക്കന്മാർ. അവരാത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? വേഗം പറ. പത്രോസ് ലീഗ. ആ പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്താ സംഭവിച്ചേ? 2:37 വായിക്ക്. മൈക്ക് എന്തിനാ ഓഫ് ആക്കുന്നത്? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഇത് കേട്ടവിടെ ഹൃദയത്തിൽ പറ. സഹോദരങ്ങളെ പറ, എന്തുകൊണ്ടു കുത്തുകൊണ്ടു? നിങ്ങളെല്ലാം ബൈബിളിൽ എന്തുകൊണ്ടെന്നാ പറ? നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകത്തിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറ. ഇല്ല. പുസ്തകത്തിൽ എഴുതപ്പെട്ട, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വേദപുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കത്തുകയറി. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം ഇന്ന് രാത്രി പരസ്യമായി മീഡിയയുടെ മുമ്പിൽ പരസ്യമായി തെളിയിക്കുക. പുസ്തകത്തിൽ പറയുന്ന ആത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേട്ടവൻ ഇക്കിളിയല്ല, ചങ്കത്ത് കുത്തുകൊള്ളും. പക്ഷെ ഇന്ന് നമുക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗം വേണ്ട. അത് നമുക്ക് വേണ്ട. ഇപ്പം നാട്ടിൽ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് സഹോദരിമാർ രാത്രി യോഗം കഴിഞ്ഞ് കാറിലോട്ടൊക്കെ കയറി പോകുമ്പം 5 മിസ് കോള് എടുത്ത് തിരിച്ച് വിളിക്കുക. അടി ആ യോഗത്തിലായിരുന്നു, അതാ എടുക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നടി കൺവെൻഷൻ? എന്ന് പറഞ്ഞതായിരുന്നടി. ഇപ്പം ഇതാ സീൻ. നമ്മുടെ യോഗങ്ങളുടെ സീൻ ഇപ്പം ഇതാ. പിന്നെ ആരും മിണ്ടാതെ. ഇപ്പം പാർഷന്മാർക്കും അത് മതിയല്ലോ. ആള് കൂടും, ചിരിക്കാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ കലാഭവൻ്റെ മിമിക്രിയൊക്കെ അമ്പലത്തിൽ പോയായിരുന്നു. പണ്ട് ആരം പെന്തിക്കോസി വന്നു പോയി. അത് പറ്റാത്തത് കൊണ്ട് ആ സങ്കടം ഇപ്പം ഇങ്ങനെ അങ്ങ്. അതുകൊണ്ട് മനസ്സിലാക്കണം ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ വചനം പ്രസംഗിക്കുമ്പോഴും നിങ്ങളുടെ ചങ്കത്ത് കത്തി കയറുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുത്ത് നിത്യജീവൻ പ്രാപിക്കണം. മനസ്സിലായോ? കുത്തുകൊണ്ടവർ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ? വായിക്ക്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും. കണ്ടോ? അവര് കുത്തുകൊണ്ടവരെല്ലാം കൂടെ ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചോ? പറ. ഇല്ല. ഇന്ന് ദൈവസഭകളിൽ ദൈവദാസന്മാർക്ക് ഉപദേശം പറയാൻ പറ്റുന്നില്ല. ഞാൻ പല രാജ്യങ്ങളിലും കടന്നു ചെന്ന് ഇതുപോലെ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ സഭാപാർഷന്മാർ എന്നോട് പറയുക, ഷമീർ പാർഷേ ഞങ്ങളെ കൊണ്ടോ പറ്റുന്നില്ല, കൊടുക്ക്. എനിക്ക് തിരിച്ചവരോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കല്ലേ? നിങ്ങൾ സ്വോത്രകാഴ്ചയെ പഠിച്ചല്ലോ ജീവിക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപദേശം പറയാൻ പറ്റുന്നില്ല? സഭയിൽ പാസ്റ്റർ ഏത് ഉടുപ്പിടണമെന്ന് പോലും തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ്. ഈ ഗുണപ്പെടാത്തവനെയൊക്കെ പിടിച്ച് കമ്മിറ്റി എന്നും പറഞ്ഞിരുത്തിയിട്ട് ദൈവസഭ ഭരിക്കുന്നത് കമ്മിറ്റിയല്ല. വേദപുസ്തകത്തിൽ ഞാൻ പഠിച്ച സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സഭയാ, അല്ലേ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്നല്ലേ? അല്ലേ? ആണോ? അപ്പോൾ സഭ മൂപ്പൻ നന്നായി ഭരിക്കുന്നവരായിരിക്കണം. അടുത്തത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ എന്നല്ലേ? അപ്പം മൂപ്പൻ ആരായിരിക്കണം? ഭരിക്കുന്നവനായിരിക്കണം. സഭ ശുശ്രൂഷകന്
അതിനാ ഞാൻ പലപ്പോഴും പ്രസംഗിക്കും പറയും, അതിനൊക്കെ TPM കണ്ടുപിടിക്കണമെന്ന്. ഇല്ലേ? ഡോക്ടറാട്ടെ, എഞ്ചിനീയർ ആട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, ആരോ ആട്ടെ, ദൈവസഭയിൽ ചെന്നാൽ ശുശ്രൂഷ ഐ എം ഡോക്ടർ. ഡോക്ടറാണെ വല്ല ക്ലിനിക്കിലും പോയിട്ടോ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? അവരുടെ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ചുമ്മാ അതിൻ്റെ അടുത്തൂടെ ചെന്ന് നോക്കിയാൽ മേശ തുടയ്ക്കുന്ന എഞ്ചിനീയറെയും ഇലയെടുക്കുന്ന ഡോക്ടറെയും കാണാം. കാരണം സഭയുടെ ടോയ്ലറ്റ് കഴുകിയാൽ അത് ശുശ്രൂഷയാണ്, അത് ദൈവത്തിൻ്റെ വേലയാണെന്ന് കാണാൻ കാഴ്ചപ്പാടുള്ളവർ. നമ്മുടെയൊക്കെ ചർച്ചിൽ ടോയ്ലറ്റ് കഴുകാനും കഞ്ഞി വെക്കാനും പല്ല് ഉന്തി കണ്ണും തള്ളി ഇരിക്കുന്ന 4 എണ്ണത്തെ വെച്ചിട്ടുണ്ട്. ഇവരുടെ ജോലിയാണ്. മറ്റവരൊക്കെ VIP-കൾ. ഇവരാ വെപ്പും വിളമ്പ് തുടപ്പും എല്ലാം ഇവർക്ക്. കാരണം ഇവർ നിറം ഇച്ചിരി കുറവ്, പിന്നെ കണ്ണിങ്ങനെ ഇരിക്കുന്നു, പല്ലുന്തി ഇരിക്കുന്നു, വലിയ ശമ്പളവും. ഇയാൾ ഇനി 1 മാസം ഇവിടെ നിന്നിട്ട് ഇവിടെ ഏത് ചർച്ചക്കാർ വിളിക്കാനാണ്? പിന്നെ നാട്ടിൽ എനിക്ക് വേണ്ടി കവലകൾ തുറന്ന് കിടക്കുക. ഞാൻ ഇവിടെ വന്ന് കിടന്നോളാന്നും പറഞ്ഞൊന്നും അല്ല വന്നേ, പോവും. സ്തോത്രം. പക്ഷേ 2 ദിവസം ഞാൻ പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും നിത്യതയിൽ നഷ്ടപ്പെടത്തില്ല. എനിക്കത് മതി. അതിൽ വലിയ സന്തോഷവും വേറെയില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, വചനം കേട്ടപ്പോൾ അത് ഏറ്റെടുത്ത് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചോ, വേഗം വായിച്ചോ. പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക്. പോപ്പ് അവരോട്. പോപ്പ്, ഹലോ, ഒന്നാമത്തെ പോപ്പ് എന്നൊക്കെ നാട്ടുകാർ പറയുന്ന പത്രോസ് ലീഗ അവരോട് പറയുന്ന മറുപടി കേട്ടോ, കാത് പറഞ്ഞു കേട്ടോ. പെന്തിക്കോസുകാർ പറയുന്നൊന്നും കേൾക്കണ്ട. പോപ്പ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. പിന്നെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കണ്ടോ? നിക്ക്, നിങ്ങൾക്ക് പാപമോചനം വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പോപ്പ് പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇല്ലേ? ഇങ്ങേരായി അടങ്ങാറുണ്ടാക്കിയത്. സത്യത്തിൽ ഇങ്ങേര് പറയേണ്ടത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാപമോചനം വേണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അടുക്കൽ വന്ന് കുംഭസരിപ്പിനെന്ന് ഒരെഴുത്തിനകത്ത് എഴുതിയിരുന്നെങ്കിൽ കാലങ്ങളായി നമ്മളും അത് തന്നെയല്ലേ പറയത്തുള്ളായിരുന്നു, അല്ലേ? ഇങ്ങേരായി മെനക്കേടുണ്ടാക്കി. ഇപ്പം എന്തായാലും പുസ്തകത്തിൽ പറയാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഞാനിവിടെ പറഞ്ഞു, ഒരു പള്ളിയിലച്ചൻ പറഞ്ഞു, തള്ളേണ്ടതെല്ലാം തള്ളി കൊള്ളേണ്ടത് മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ ഒന്നാമത്തെ പോപ്പ് പറഞ്ഞത്, നിനക്ക് പാപമോചനം വേണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, പൂജയും വഴിപാടും കുർബാനയും കുമ്പസാരവും ഒന്നും വേണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. അപ്പം ചിലർ പറയും, പക്ഷേ ഞങ്ങൾ സ്നാനമൊക്കെ പെട്ടതാ എന്നാ പണ്ട് കുഞ്ഞാവയായിരിക്കും. അപ്പോൾ മാനസാന്തരോ? അത് പിന്നെ വളരുമ്പം മതിയെന്നാണ് പറഞ്ഞേ. നമ്മളെല്ലാം ഇന്ന് കുളിച്ചിട്ട് എന്ത് ചെയ്തു? എല്ലാവരും തല തോർത്തി. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ അല്ലേ എഴുതിയേക്കുന്നത്. ഇപ്പം അങ്ങനെ ആണെങ്കിലും തിരിച്ചായാൽ കുഴപ്പമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തല തിരിച്ച് ചെയ്താൽ പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനം തല തിരിക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് ഒരിടത്ത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷ പ്രാപിക്കുന്ന ഒരിടത്ത്. അങ്ങനെങ്കിൽ ഇവിടെ 2 സ്ഥലത്തും നടക്കേണ്ടത് ആദ്യം മാനസാന്തരം, വിശ്വാസം. ഇത് രണ്ടും ഒരു കുഞ്ഞിൽ സംഭവിക്കില്ല. മാനസാന്തരം എന്ന പേപ്പർ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് വെച്ച്, നേക്ക് 2000 വർഷം മുമ്പ് ഭർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന്, മരിച്ചെന്ന്, അടക്കപ്പെട്ടെന്ന്, ഉയർത്തെന്ന്, നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? ആണോ? അപ്പോൾ കുഞ്ഞു വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. എന്നാൽ സ്നാനപ്പെടുത്തിക്കും, ഒരു തടസ്സവുമില്ല. അപ്പം ചിലപ്പോൾ നിങ്ങൾ വേണേൽ പറയും, ഷമീർ ഭാഷ അത് പാർശ്വ മുസ്ലിം എന്ന് വന്നുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിക്കാർ കുഞ്ഞിന് പറയാൻ ഒക്കത്തില്ല, ഞങ്ങൾക്കും അറിയാം. പകരത്തിന് പറയാൻ ഒരാളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പള്ളിയിൽ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? എൻഗേജ്മെൻറ്റിന് ഉണ്ടോ? ഇല്ലേ? പോയിട്ടോ? ഇല്ല. പോണം. അപ്പോൾ ഈ പുരോഹിതന്മാരുണ്ട്, അച്ഛന്മാർ. എനിക്ക് ഒത്തിരി പുരോഹിതന്മാരുമായിട്ട് സൗഹൃദമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അച്ഛന്മാർ ചോദിക്കും, പെണ്ണിനോട്, മണവാട്ടി പെണ്ണിനോട് ചോദിക്കും, സൂസമ്മയെ, നിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം നിശ്ചയം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറില്ലേ? അപ്പം ഈ പെണ്ണിൻ്റെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ചപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ ഈ വാക്ക് കേട്ടിട്ട് നടത്തുമോ ഇല്ലയോ? പറ സത്യസന്ധമായി. മൈൻഡ് ചെയ്യത്തില്ല.
ഞാൻ അച്ഛന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയും അതൊന്നും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അവർ മൈൻഡ് ചെയ്യാതെ വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ യോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഇപ്പോൾ ജനിപ്പിച്ച പെണ്ണിനെ പ്രസവിച്ച അമ്മ അവിടെ നിന്നുണ്ട്, സമ്മതം വാച്ചോ, അവൾ ആ കെട്ടണം എന്ന് പറഞ്ഞ് നടന്നേ, അങ്ങോട്ട് നടത്ത്. കെട്ടിക്കോ ഇല്ലയോ പറ. ഇല്ല. പിന്നെ ആര് പറയണം? പറ, ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം, അല്ലേ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, സ്വർഗീയ മണവാട്ടിയാകാൻ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, ഇതാ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി എന്ന പദത്തിലേക്ക് കടന്നു വരാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല ചായ. സ്വന്തം നാവ് കൊണ്ട് പറയണം, ഈ യേശുവിനെ എൻ്റെ മണവാളനായി, എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിലെ കാര്യങ്ങൾ അത്ര കൃത്യമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാറ്റിമറിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ട് താഴോട്ട് വായിക്കുന്നു. ആമേൻ. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥനായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? തലച്ചോറിൻ്റെ അകത്ത് വിഷയം കയറിയപ്പോൾ സ്നാനപ്പെടണം. അല്ലാതെ ആരെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മുക്കുന്ന ഇടപാടല്ല സ്നാനം. നാളെ പിന്നെ കുവൈറ്റിൽ നിന്നെങ്ങാണ്ട് ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗം ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയ, അപ്പോൾ എനിക്കൊരാഗ്രഹം, എന്താ, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ? പക്ഷേ ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടതാണ്, ഇനി പെടാവോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്നെ അന്ന് പെട്ടെ, അന്ന് ഇച്ചിരി ഗതികെട്ട സമയമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ചർച്ച ചെന്നപ്പം പാസ്റ്റർ പറഞ്ഞു, വിസ കിട്ടണമെങ്കിൽ സ്നാനപ്പെടണമെന്ന്. അന്ന് പിടിച്ചു മുക്കി. അന്ന് രക്ഷ എന്തുവാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ഈ പെന്തക്കോസ്ത് സഭയ്ക്ക്, ഞാൻ ഈ പിന്നെ തിരുവനന്തപുരത്ത് കോവളത്തിനടുത്ത് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ചുമ്മാ നമ്മൾ ആ മുഖപുര പറയുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നെ വിശ്വാസം ഒരു 40-45 പേരുള്ള സഭയാണ്. ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഒരു 4-5 പേര് ലേലുയ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഇവിടെ ഇത്രയും പേരുള്ളടത്ത് 5 പേരെ രക്ഷിക്കപ്പെട്ടുള്ളൂ. അപ്പോൾ പിന്നെ വിഷയം അങ്ങ് മാറ്റാം, സുവിശേഷം പറയാമെന്ന് വിചാരിച്ച് ചിന്തിച്ചപ്പോഴും ബാക്കിയുള്ളവരെ ഒന്നും കാതലും കഴുതലും ഒന്നും കാണുന്നുമില്ല. ഇപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മാറ്റി ചോദിച്ചു, സ്നാനപ്പെട്ടവരെല്ലാം ഒന്ന് കരം ഉയർത്തിയാട്ടെ എന്ന്. എല്ലാവരും ഹല്ലേലൂയ. 40 പേരുള്ള സഭയിൽ രക്ഷിക്കപ്പെട്ടത് 5, സ്നാനപ്പെട്ടത് 40. ചിലതിനിപ്പോഴും തലയിൽ കയറിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം രക്ഷ എന്താ, സ്നാനം എന്താ, ഇതൊന്നും തിരിച്ചറിയാതെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. അങ്ങനെയുള്ളവർ ശരിയായി രക്ഷിക്കപ്പെട്ടിട്ട് വീണ്ടും സ്നാനമേൽക്കുന്നതിൽ വചനത്തിന് ഒരെതിർപ്പുമില്ല. സ്നാനം ശരിയായ നിലയിൽ സ്വീകരിക്കണം. പോട്ടെ, നമ്മുടെ വിഷയം ഇനി കിടക്കുക. സുവിശേഷത്തിലൂടെ ഒന്ന് പോകാൻ നിയോഗം ഉള്ളതുകൊണ്ട് പോയതാണ്. അപ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. വന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പദം അവിടെ എഴുതി വെച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, അല്ലേ? ആത്മനിർഭർ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടത്തെ നോക്കി വിളിച്ചു സഭ. ഇനി പറയാം, ഗൗരവം നമ്മുടെ ഇന്നലെ ചിന്തിച്ച വിഷയത്തിൻ്റെ വാക്കിലോട്ട് ഓടി വരിക. അങ്ങനെ അവിടെ സഭ ഉരുവായി. അപ്പോസ്തലന്മാർ അടങ്ങിയിരുന്നില്ല. അവർ പുറപ്പെട്ടു പോയി മറ്റ് സ്ഥലങ്ങളിലും കർത്താവിനെ പ്രസംഗിച്ചു. വേദപുസ്തകം പറയുന്നു, അവർ പ്രസംഗിച്ചിടത്തെല്ലാം കർത്താവ് അവരോട് കൂടെയിരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം ഉറപ്പിച്ചു. കേട്ടോ, കാതു തുറന്ന്. ആ ദൈവപ്രവൃത്തി ഇന്നും ഇന്നലെയും നാളെയും ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. മനസ്സിലായോ? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാ കാലത്തും ചെയ്യാൻ ദൈവം മതിയായവനാ, ഇല്ലേ? അല്ല, അത്ഭുത അടയാളമൊന്നും ഇല്ല, അല്ലല്ലല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി എന്താ? നമ്മളിവിടെ ഇരിക്കുന്ന ഒരു പ്രായമുള്ള അപ്പച്ചനോട് ഒരു അപ്പച്ച, ഞങ്ങളുടെ കൺവെൻഷൻ്റെ നോട്ടീസാ മതിലിൻ്റെ മേലെ കയറി പോസ്റ്ററിലോട്ടൊന്ന് കേട്ട്. പിന്നെ അപ്പച്ചൻ ചിരിച്ചിട്ട് പറയും, കളിയാക്കണ്ടടാവേ, ആയ കാലത്ത് ഞാൻ
ഒത്തിരി കെട്ടിയിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഒക്കുന്നില്ലടാ വയസ്സായില്ലയോ എന്ന് പറയും. ദൈവത്തോടൊന്ന് ചോദിക്കുക, ദൈവമേ മോശയുടെ കാലം തുടങ്ങി, ഏലിയാവിൻ്റെ കാലം തുടങ്ങി, എലീഷയുടെ കാലം തുടങ്ങി, എന്തെല്ലാം വീര്യ പ്രവർത്തികൾ ചെയ്ത് ദൈവം അങ്ങ് ഈ അത്ഭുതം പ്രവർത്തിക്കണം. അപ്പോൾ ദൈവം പറയും, അതൊക്കെ ഒരു കാലം, എന്തെല്ലാം ചെയ്തു, ഒക്കുന്നില്ലടാ വയസ്സായില്ല. അങ്ങനെ പറയുന്ന ഒരു ദൈവത്തെ ആണോ നമ്മൾ സേവിക്കുന്നത്? അല്ലല്ല. ദൈവമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സർവശക്തനായവൻ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം അന്നും ഇന്നും എന്നും പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ പഠിക്കേണ്ടുന്ന പഠനം എന്തെന്ന് വെച്ചാൽ, ദൈവം, സ്വർഗത്തിലെ ദൈവം ഇത് ആരുടെ നടുവിൽ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, അത് പഠിക്കുന്നില്ല. ആരുടെ നടുവിൽ ചെയ്തു? യേശുവിനെ മശിഹയായി അംഗീകരിക്കാത്ത യഹൂദൻ ഒരു വശത്ത്, യഹൂദനല്ലാത്ത ജാതികൾ ഒരു വശത്ത്. അതിൻ്റെ നടുവിൽ അപ്പോസ്തലന്മാര് തൊണ്ടകീറി പ്രസംഗിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവൻ തന്നെയാണ് മശിഹ, അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏകനാമം യേശു ക്രിസ്തു, മറ്റൊരു നാമമില്ല. അത് പ്രസംഗിച്ചിടത്താണ് സ്വർഗം അത്ഭുതം വെളിപ്പെടുത്തിയത്. ഇന്ന് എവിടെയാണ് പ്രസംഗം? ഇന്ന് പ്രസംഗം മാറി, ദൈവപ്രവൃത്തിയില്ല. ഇന്നത്തെ പ്രസംഗം എന്താ? ഇന്നത്തെ പ്രസംഗം കാറിൻ്റെ നമ്പർ നോക്കുക, ഫേസ്ബുക്കിൽ നിന്ന് പേരെടുക്കുക, വാട്സാപ്പിൽ നിന്ന് അഡ്രസ്സ് കണ്ടെത്തുക, എന്നിട്ട് അങ്ങോട്ട് കയറി നിന്ന് വിളിക്കുക. ബി 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 ബാബു എന്നൊരു സഹോദരനെ ഇവിടെ കാണുന്നു, ബി 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 ബാബു, രാജൻ. ഇമാതിരി ഞാനൊന്നും പറയുന്നില്ല. ശുശ്രൂഷകൾ മാറി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പേരിന് പോലും പ്രസംഗിക്കപ്പെടുന്നില്ല. അവർ പ്രസംഗിച്ചിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്തപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, ഇത് നിമിത്തം യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും അനേകർ ആരിൽ വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. വിശ്വസിച്ചിടത്തെല്ലാം എന്തുരുവായി? സഭയുരുവായി. അപ്പൊ സഭയെന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമല്ല, ജാതികളിൽ നിന്ന് വന്നവർ മാത്രമല്ല, യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച കൂട്ടമാണ് ദൈവസഭ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യഹൂദന് മാത്രമായി നൽകപ്പെട്ട പല പ്രമാണങ്ങളും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ വേണ്ട എന്ന് അപ്പോസ്തലന്മാർ തീരുമാനിച്ചത്. അറിയാവോ? പഴയ നിയമത്തിൽ യഹൂദന് 8-ാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദനയാക്കണം. പുതിയ നിയമസഭയിൽ യഹൂദൻ മാത്രമല്ല, ജാതികളിൽ നിന്ന് വന്നവരും കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ മേൽ അമിതഭാരം ചുമത്തരുത്, ഹൃദയപരിച്ഛേദന മതിയെന്ന് പറഞ്ഞു. ഇല്ലേ? യഹൂദൻ ശബ്ബത്ത് ആചരിക്കണം. പുതിയ നിയമസഭയിൽ പറഞ്ഞു, കൊലോസ്യർ 2:16, അതുകൊണ്ട് പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്, അത് നിഴലായിരുന്നു. അപ്പോൾ സഭ, ഞങ്ങൾ പണ്ട് പിന്നെ മുളമൂട്ടിൽ പിന്നെ ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ, നിങ്ങൾ മുളമൂട്ടിലെ ആയാലും കല്ലുമൂട്ടിലെ ആയാലും മതിലെ കുരുത്തായാലും വേദപുസ്തക പ്രകാരം യഹൂദനല്ലാത്ത സകല ദ്വാര ജാതിയ. അല്ലെ, ഷമീറിനെ കാണുമ്പോൾ ജാതി, ആ ജാതി എന്നൊക്കെ വന്നല്ലോ, ഞങ്ങൾ പിന്നെ ജനിച്ചതേ ചുമ്മാതാ, ഒന്നുമില്ല, എല്ലാം ജാതി എന്ന് വന്നതാ. സ്തോത്രം. അപ്പൊ അവിടെ സഭയുണ്ടായി. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നിമിത്തം അവർ കർത്താവിൽ വിശ്വസിച്ചല്ലോ. ആ ദൈവപ്രവൃത്തിയാണ് ഇന്നും നടക്കുമെന്ന് ഷമീർ ഭാഷ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ആ ദൈവപ്രവൃത്തി ഇന്നും നടക്കും. എവിടെ? കർത്താവിനെ അറിയാതെ കിടക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ ഒരു സൗഖ്യം വെളിപ്പെടും. ചിലപ്പോൾ അവർ ഈ യേശുവിനെ അറിയാൻ ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിന്നും ദൈവം ചെയ്യുന്നുണ്ടെന്ന്. അത് നിങ്ങൾ വടക്കേന്ത്യയിൽ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരോട് ചോദിക്കണം. ഒരു ഫ്ലെക്സിലും ബാനറിലും ടി വിയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട ഡിഗ്രി ഇല്ലാത്ത അപ്പച്ചന്മാരൊക്കെ വടക്കേന്ത്യയുടെ പല ഗാവുകളിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ കടന്നു ചെന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലയിട്ട് അവിടെ ഇട്ടിരിക്കുന്ന മെൻ്റൽ പേഷ്യൻസ് പോലും ഒറ്റ പ്രാർത്ഥനയിൽ സുബോധമുള്ളവനായി സൗഖ്യമുള്ളവനായി എഴുന്നേൽക്കുമ്പോൾ ഒറ്റ ദിവസം ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെട്ടിട്ട് 500-600 സ്നാനം ഒറ്റ ദിവസം നടക്കുന്നത് കൊണ്ടാണ് അഭിഷിക്തന്മാരെ സംഘികൾ കത്തിക്കുന്നത്. മനസ്സിലായോ? ചുമ്മാ കളിയല്ലത്. വടക്കേന്ത്യ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒരു ചെറിയ തിരുത്ത് ഞാൻ പറയാം. ഈ വടക്കേന്ത്യ എന്നാന്നും പറഞ്ഞാൽ പിരിവിന് വരും. ഒരു കാര്യം ശ്രദ്ധിച്ചോണം,
രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, ഭാര്യ മക്കളെയൊക്കെ കൂട്ടി വടക്കേ ഇന്ത്യയിൽ ബീഹാറിലോ പിന്നെ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ ജയ്പൂരിലോ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ടൗണിൽ ഒരു നല്ല ഫ്ലാറ്റ് എടുത്ത് ഭാര്യ മക്കളുമായിട്ട് ടൗണിൽ മറ്റുള്ള ആളുകളോടൊക്കെ എന്നാ ഉണ്ട് സന്തോഷമായിട്ട്, ശരി, ഞങ്ങൾ നിങ്ങൾക്ക് ഉപദ്രവമില്ല, നിങ്ങൾ ഞങ്ങൾക്കും ഉപദ്രവമില്ല എന്ന് പറഞ്ഞ് ആ ടൗണിൽ അങ്ങോട്ട് അവർ തട്ടിപ്പൊത്തി മക്കളെയും പഠിപ്പിച്ച് അങ്ങോട്ട് ജീവിക്കുന്നു. അവർക്ക് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലോ അവിടെ ട്രൈബൽ ഏരിയകളിലോ ഇവിടെ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇവർ അവിടെ വിട്ട് എവിടെ ഏതെങ്കിലും രാജ്യത്ത് വന്നാൽ പ്രവർത്തിക്കുന്ന എവിടെ? നോർത്ത് ഇന്ത്യ. മനസ്സിലായോ? പക്ഷേ സുവിശേഷമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഉപദ്രവമോ പ്രതികൂലമോ പീഡനമോ ഒന്നും ഇവർക്കില്ല. അതേസമയം ഇതൊന്നും അറിയാതെ ഒരു ബന്ധവും ഇല്ലാതെ ഉൾഗ്രാമങ്ങളിൽ കിടന്ന് അടിയും ഇടിയും കഷ്ടപ്പാടും സഹിച്ച് ആയിരക്കണക്കിന് ആത്മാക്കൾ നേടുന്ന അഭിഷിക്തന്മാരുണ്ട്. അവർക്കാണ് ഞാൻ സല്യൂട്ട് കൊടുത്തത്. സ്തോത്രം. ഞാൻ എല്ലാ വർഷവും വടക്കേ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന ആളാണ്. കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരെ പൊതുജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആവോളം ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് പറഞ്ഞതാ, ഇത് രണ്ടും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, തിരിച്ചറിഞ്ഞേ ചെയ്യാവൂ. അപ്പോൾ ആ ദൈവപ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഇന്നും ദൈവം ചെയ്യും. പക്ഷെ ഒരു കാര്യം ഇനി ശ്രദ്ധിച്ചോണം, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിമിത്തം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും അനേകർ കർത്താവിൽ വിശ്വസിച്ചെന്ന് ഞാൻ പറഞ്ഞു. ആ വിശ്വസിച്ചിടത്തെല്ലാം സഭയുണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഈ സഭകൾക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിലെ സിംഹഭാഗം എഴുതിയിരിക്കുന്ന ആളാരാ? പൗലോസ്. പൗലോസ് എന്ന് പറഞ്ഞാൽ ആരാ? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, നിഴല് തട്ടിയ രോഗികൾ സൗഖ്യമാകുന്ന കൃപാവര ശ്രേഷ്ഠൻ, മരിച്ച കഴുത്തൊടിഞ്ഞു പോയ യൂത്തിക്കോസിന് പുതുജീവൻ കൊടുത്ത പൗലോസ് എന്ന് പറയുന്ന ഈ കൃപാവര ശ്രേഷ്ഠനായ അഭിഷിക്തൻ 14 ലേഖനങ്ങൾ എഴുതി. ചോദ്യം നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയോ? പറയോ മക്കളെ, എഴുതിയോ? മറിച്ച് എഴുതി എന്താ? എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഞാൻ ആരാമോൻ? ഞാൻ കൃപാവരമുള്ള ആളല്ലേ. ഞാൻ ചെന്ന് അങ്ങോട്ട് കൈ വെച്ചതേ ഉള്ളൂ. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു, കരങ്ങൾ അടിച്ച് ദൈവത്തെ പറഞ്ഞോ? ഇല്ല. എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നാൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചെന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുത്ത് വിഷയം വിട്ടു. ഒരത്ഭുതവും സഭയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്തില്ല. പകരം ലേഖനങ്ങൾ മുഴുവൻ ആവർത്തിച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ദൂതുണ്ടെങ്കിൽ നാം കർത്താവിനോടൊപ്പം നിത്യത പ്രാപിക്കണം, നിത്യതയിലെത്തണം. ലേഖനങ്ങൾ മുഴുവൻ സഭയോട് സംസാരിച്ചിരിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ്. ഇതല്ലേ സഭയ്ക്കകത്ത് പഠിപ്പിക്കപ്പെടേണ്ടത്? ആ ലേഖനങ്ങളിലാണ് നാം വിശ്വാസത്താൽ പ്രവേശിച്ചിരിക്കുന്ന ഈ കൃപയിൽ നാം നിലനിൽക്കണം എന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. നിലനിൽക്കണം. എന്തുകൊണ്ട്? നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനെ വരെ ഉത്സാഹിപ്പിച്ചു. ഒരു വാക്യം കൂടെ, കൊലോസ്യർ 1:23 അതിനോട് ചേർത്ത് വെക്കാം. വായിച്ചാട്ടെ, കൊലോസ്യർ 1:23. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ കേട്ടോ 1 ഇളകാതെ, 2 അടിസ്ഥാനപ്പെട്ടവരും, 3 സ്ഥിരതയുള്ളതുമായി, 4 വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാൽ എവിടെ നിൽക്കും? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ? ഈ എല്ലാം അറിയാവുന്ന പൗലോസ് എന്ന് പറയുന്ന കൃപയുള്ള അഭിഷിക്തൻ ഇങ്ങനെ എഴുതി വെച്ചത് അയാൾ മണ്ടനായിട്ടൊന്നും അല്ലല്ലോ. ആണോ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സീലടിച്ചു, ഇനി കർത്താവ് വരുന്നു പോകുന്നു, ഒന്നും പേടിക്കണ്ട. അങ്ങനെയാണ് ഇതൊക്കെ എഴുതി വെച്ച അങ്ങേർക്ക് ഒന്നുകിൽ നല്ല സുബോധമില്ലെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് ദൈവകൃപയിൽ നിന്ന് പ്രാപിച്ചതാണ് എഴുതി വെച്ചതെന്ന് പറയേണ്ടി വരും. അല്ലേ? ഈ നിങ്ങളെന്ന് പറയുന്നത് ആരാ? രക്ഷിക്കപ്പെടാത്തവരോടാണോ പറഞ്ഞേ? അല്ല. കൊലോസി സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരോട് പറയുക, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പ്രത്യാശയുണ്ടല്ലോ, ആ പ്രത്യാശയിൽ നിന്ന് 1 നിങ്ങൾ ഇളകരുത്, 2 അടിസ്ഥാനം മറിയരുത്, 3 സ്ഥിരതയുള്ളവരായി നിൽക്കണം, 4 വിശ്വാസത്തിൽ നിലനിൽക്കണം. അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് എവിടെ നിൽക്കാം? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാം. ഇതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു എന്നതിൻ്റെ ഉത്തരമാണ് ഇന്നലെ നമ്മൾ 2 പോയിന്റ് ചിന്തിച്ചത്. എന്തുകൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പോർക്കളത്തിലാണ് ദൈവ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അതിന് പൗലോസ്
ഭയപ്പെട്ട ഒരു രംഗം ഇന്നലെ നമ്മൾ വായിച്ചു. അതിലേക്ക് വേഗത്തിൽ ഓടി വരാം. 2 കൊരിന്ത്യർ 11:2 വേഗത്തിൽ ഓടി വന്നാട്ടെ. 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി പൗലോസിന് ചിലപ്പോൾ ഈ നല്ല ബൈബിൾ കോളേജിലൊന്നും പഠിച്ച് പരിചയം കാണത്തില്ലായിരിക്കും അല്ലേ? പുള്ളി ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? ഇവിടെ വലിയ പഠനമുള്ള ആളുകൾ പറഞ്ഞു നിശ്ചയം കഴിഞ്ഞു, ഇനി എന്ത് സംഭവിച്ചാലും അങ്ങനൊന്നും തെറ്റിപ്പോകത്തൊന്നുമില്ല. ചുമ്മാ അറിയാത്തതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്. പൗലോസിന് അറിവില്ലായ്മ കൊണ്ടാണോ ഈ ഭയം ഉണ്ടായത്? അല്ല. പിന്നെ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ഒരു ഉപായം, അതെവിടെ നടന്ന കാര്യമാണ്? അത് ഉൽപ്പത്തി നടന്ന കാര്യമാണ്. അത് പുതിയ നിയമസഭയോട് എന്തിനാ പറയുന്നത്? കാര്യമുണ്ട്. പുതിയ നിയമസഭ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, പാമ്പേ മാറിയിട്ടുള്ളൂ, ഉപായം മാറിയിട്ടില്ല. ആ പാമ്പ് അന്ന് തോട്ടത്തിൽ പ്രയോഗിച്ച ഉപായം എന്താണോ അതേ ഉപായം നിങ്ങളെ പുതിയ നിയമസഭയും തെറ്റിക്കാൻ ഉപായം പ്രയോഗിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ആളെ മാറിയിട്ടുള്ളൂ, ഉപായം മാറിയിട്ടില്ല. ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങളാണ് ന്യൂ ജനറേഷൻ എന്നും പറഞ്ഞിറങ്ങിയിട്ടുള്ളത് തെറ്റിക്കാൻ. പുതിയ പാമ്പും കുഞ്ഞുങ്ങൾ. ഉപായം പഴയത് തന്നെ. എങ്ങനെയാണെന്ന് തെളിയിക്കാം കേട്ടോ. എന്താണ് ഏദൻ തോട്ടത്തിൽ പ്രയോഗിച്ച ഉപായം? എന്താ ഏദൻ തോട്ടത്തിൽ പ്രയോഗിച്ച ഉപായം? സർവശക്തനായ ദൈവം തൻ്റെ മക്കളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ചൂണ്ടക്കൊളുത്തിട്ടു. ഇത്രേ ചെയ്തുള്ളൂ. എന്താ ചൂണ്ടക്കൊളുത്ത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. വാസ്തവമായി ഇത് കഴിക്കരുതെന്ന് ദൈവം, പ്രശ്നം അവിടെ തുടങ്ങിയേ അല്ലേ? ഇന്നും അത് തന്നെയല്ലേ? നല്ല രീതിയിൽ ആരാധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, സത്യത്തിൽ ഈ തലേ തുണി ഇട്ടേ പറ്റൂ എന്നുണ്ടോ? അതുവരെ ഇട്ടോണ്ടിരുന്ന പെണ്ണുമ്പിള്ളയ്ക്ക് അന്നേരം തൊട്ട് ഉണ്ടോ? ഇനിയിപ്പോൾ ഇടാതിരിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് തപ്പി വ്യാഖ്യാനം കേൾക്കാൻ നടക്കും. ഇങ്ങനെയാ തെറ്റുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അല്ല, ഇങ്ങനെയൊക്കെ ചെയ്തു കൂടാ എന്ന് ബൈബിളിലുണ്ടോ? അപ്പോഴാണ് ഇവൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇതാ പിശാചിൻ്റെ തന്ത്രം. ഹവ്വായോട് ഇത് വാസ്തവമായി കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹവ്വയ്ക്ക് കൃപയോടുകൂടി ഒരു മറുപടി പറയാമായിരുന്നു, കൽപ്പിച്ചിട്ട് ഉണ്ട്. ഇനി അഥവാ ഞങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ വെയിലാറുമ്പോൾ ആര് വരും? ഞങ്ങളുടെ ദൈവം വെയിലാറുമ്പോൾ വരും. ഞങ്ങളെ സംശയം ചോദിച്ച് ക്ലിയർ ചെയ്ത് ഞങ്ങൾ പൊക്കോളാം. തൽക്കാലം ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കാടെന്ന് ആരാ? ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലം. അപ്പോൾ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി, തോട്ടത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പൊക്കോ എന്ന് പറയേണ്ടതിന് പകരം ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്ന പാമ്പിൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ ഇച്ചിരി നേരം ഇരുന്ന് കൊടുത്തു. അതല്ലേ പരാജയത്തിൻ്റെ കാരണം? അല്ലേ? ഒരു ദുർവ്യാഖ്യാനവും ദുരുപദേശവും നിങ്ങളുടെ ബെഡ്റൂമിനകത്തിരിക്കുന്ന ഈ ചെകുത്താൻ ടി വിക്കകത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ സംശയം, ഞങ്ങൾക്കൊരു ഇടയനുണ്ട്, ഞങ്ങൾക്കൊരു ശുശ്രൂഷകനുണ്ട്, പക്ഷേ ഇങ്ങനെ ഒന്ന് കേട്ടു, ഇതിൻ്റെ വചനപ്രകാരമുള്ള കാര്യം എന്താ എന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതിന് പകരം ഈ ചോദിച്ചുകൊണ്ട് വരുന്നവൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ 2 എപ്പിസോഡിന് ഇരുന്ന് കൊടുക്കും. 3ാമത് അടിസ്ഥാനം വിട്ട് ആൾക്കൂട്ടത്തിലേക്ക് പോകും. ഇതാ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ പഴയ പാമ്പിൻ്റെ പുതിയ ഉപായം പഴയത് തന്നെ, ആൾ മാറി എന്നുള്ളതേ ഉള്ളൂ. വഞ്ചിക്കപ്പെടരുത്. ഇനി ശ്രദ്ധിച്ചോ, എന്തുകൊണ്ട് തോട്ടത്തിൽ കിടന്ന കാട്ടിൽ കിടന്ന പാമ്പ് തോട്ടത്തിൽ നിൽക്കുന്ന ഹവ്വ ഒരു മണവാട്ടിയാ അല്ലേ? ആദമിൻ്റെ മണവാട്ടി ഹവ്വ ഒരു നിഴലാ. തോട്ടം എന്താ? ഉത്തമഗീതം 4:12 എടുക്കണ്ട. എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം. ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന തോട്ടം, മണവാട്ടിക്ക് നിഴലായി നിൽക്കുന്ന ഹവ്വ, ഇടയന് നിഴലായി നിൽക്കുന്നു ആദാമിന് 2 ഡ്യൂട്ടി ദൈവം കൊടുത്തു. പറ. ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. സഭയുടെ ഇടയന് 2 ഉത്തരവാദിത്വമുണ്ട്. ഒന്ന് എന്ത് ചെയ്യണം? വേല ചെയ്യണം. 2 എന്ത് ചെയ്യണം? കാക്കണം. ഇന്ന് വേലയുണ്ടോ? വെള്ളിയാഴ്ച വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, പോകുന്നു. ഞായറാഴ്ച വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, പോകുന്നു. ജോലി തീർന്നു. ഇന്നിപ്പോൾ വേല മാറി എന്തായി? ജോലിയായി. ഒരു ജോലി മാറണം. തോട്ടത്തിൽ ഇടയൻ എന്ത് ചെയ്യണം? വേല ചെയ്യണം. 2 തോട്ടം കാക്കണം. കാവൽക്കാരനായിരിക്കണം ഇടയൻ. അങ്ങനെങ്കിൽ ഒരു ചോദ്യം, കാട്ടിൽ കിടക്കുന്ന കാട്ടുചെന്ന് തോട്ടത്തിൽ വന്ന് അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞ് തിന്നമ്മാമേ എന്ന് പറഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ഇവളെ വഞ്ചിക്കുന്ന സീൻ വരുന്നത് വരെ കാവൽക്കാരൻ എവിടെ പോയി? ചോദ്യം.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് ദൈവദാസന്മാരോട് പറയാം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും, മണവാട്ടി സഭയെ വഞ്ചിക്കും. അതുകൊണ്ട് ദൈവദാസന്മാർ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലായോ? അവിടെയാണ് പൗലോസിനോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയൊരു വാക്കുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ മണവാട്ടി ശിഷ്യന്മാരെ തങ്ങളിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. ദുരുപദേശം പറയുന്നവർ വരുമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് തന്നപ്പോൾ ഒരാണത്വത്തിൻ്റെ വാക്ക് അദ്ദേഹം പറഞ്ഞു. എന്താ? ഞാൻ പോയ ശേഷം. അതാ എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക്. ഞാൻ പോയ ശേഷം. അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താ? ഞാനിവിടെ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന വിപരീതോപദേശം പ്രസ്താവിക്കുന്ന ഒരുത്തൻ ഇതിൻ്റെ അകത്ത് കയറത്തില്ലെന്ന്. അല്ലേ? ഈ തീരുമാനം ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും എടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം ഈ ദുരിതം അനുഭവിക്കത്തില്ലായിരുന്നു. ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാർക്കും തൻ്റെ അടുത്തോടെ പറയാൻ കഴിയണം, ഞാൻ ഈ സഭയിൽ ചാർജ് ഇരിക്കുന്ന കാലത്തോളം, ഞാൻ ഇവിടുന്ന് മാറിയിട്ട് നിങ്ങൾ ആരെ വിളിച്ച് തുള്ളിച്ചോ, പക്ഷെ ഞാൻ ഈ സഭയിൽ ചാർജ് ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവദാസന്മാരാ ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ എഴുന്നേക്കേണ്ടത്. മനസ്സിലായോ? പക്ഷെ സംഭവിക്കുന്നത് വേദനയുണ്ട് പറയുമ്പോൾ, സംഭവിക്കുന്ന നേരെ തിരിച്ചാ. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം നാട്ടിലെ കാര്യം. നാട്ടിലെ സംഘടന സഭകൾ, ലോക്കൽ സഭയിൽ 20 ലോക്കൽ സഭയുള്ള ഒരു സംഘടന ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ സംഘടനയുടെ പേര് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് മടുത്തു, ഇനി പറയുന്നില്ല. ഒരു സംഘടനയ്ക്ക് 20 സഭ ഉണ്ടെന്നിരിക്കട്ടെ, കേട്ടോണം. ഈ 20 സഭയിലെയും പാസ്റ്റർമാർ ഞായറാഴ്ച വിശ്വാസികളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ദൈവമക്കളെ, അപ്പുറത്തൊരുത്തൻ ശാപം മുറിക്കാൻ വന്നിട്ടുണ്ട്, അവിടെ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവ കുഞ്ഞുങ്ങൾ ദയവായി എന്ത് ചെയ്യരുത്, ആരാധന മുടക്കി അവിടെ എങ്ങും പോയി അബദ്ധത്തിൽ വീഴരുത് എന്ന് പറഞ്ഞു ഓരോ ഞായറാഴ്ചയും ഈ 20 സഭയിലെയും പാവപ്പെട്ട പാസ്റ്റർമാർ ഈ 10-25 ദൈവമക്കളെ കൾട്ടിലും ഉപദേശത്തിലും പെടാതെ അവരെ തട്ടിപ്പൊത്തി എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഒരു വർഷം അങ്ങോട്ട് തികയുമ്പോൾ ഈ സഭയുടെ സംഘടനയുടെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്നത് ശാപം മുറിക്കുന്നവൻ. എങ്ങനെയുണ്ട്? ഇവിടുന്ന് ഒരാഴ്ച ഒരുത്തൻ അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല. എന്നിട്ട് കൺവെൻഷൻ അവനെ വിളിച്ചിട്ട് അവൻ്റെ 1.5 മണിക്കൂർ പ്രസംഗം ഈ പാവപ്പെട്ട ദൈവമക്കളെ കേൾപ്പിക്കുക. ചതിയല്ലേ ഇത്? അനീതിയല്ലേ ഇത്? ഇതൊന്നും നമ്മളിതൊന്നും പറയണ്ട. നിങ്ങൾ പറയണ്ട, പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞോളാം. കൊണ്ട് മനസ്സിലാക്കിക്കോണം, ഇമ്മാതിരി വചനവിരുദ്ധമായ ഏതൊക്കെ നിലപാട് കണ്ടാലും ഇത് തെറ്റാണ്, ഇത് ദൈവവചനപ്രകാരം തെറ്റാണെന്ന് പറയാൻ ദൈവമക്കൾക്ക് കഴിയണം. അതിനാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഡിസംബർ 25 ക്രിസ്മസിന് മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ചാക്കോച്ചൻ കത്തോലിക്ക പള്ളിയിലോട്ട് പോയി. വഴി വെച്ച് പാസ്റ്ററെ കണ്ടു. ചാക്കോച്ച എവിടെ പോകുന്നു? ക്രിസ്മസ് അല്ലയോ ഉപദേശി, പള്ളിയിൽ പോകുന്നു, മെഴുകുതിരി കത്തിക്കാൻ. എൻ്റെ പൊന്ന് ചാക്കോച്ച, ഒരു 10 മിനിറ്റ് എനിക്ക് താടാ. എന്നാ പാസ്റ്ററെ? എടാ ചാക്കോച്ച, യേശു ജനിച്ച ഡിസംബർ 25 ബൈബിളിലുണ്ടോ? ബൈബിളിലൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നെന്ന് നിനക്കറിയാവോ? ഇതൊക്കെ ആർക്കറിയാം? എടാ, നീ ഇരമ്യാ പ്രവാചകൻ്റെ എസ്കേലിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വീട്ടിൽ ബൈബിൾ മാത്രമേ ഉള്ളൂ പാസ്റ്ററെ. എടാ, ബൈബിളിൻ്റെ അകത്തുള്ള പുസ്തകമാണിത്. ആണോ? ഇതൊക്കെ ആർക്കറിയാം? ഉടനെ പുള്ളി പറയാ, എന്നാൽ നീ കേട്ടോ, ഈ പാഗൺ മതക്കാരും ബാബിലോണിയ മതക്കാരും ആരാധിക്കുന്ന ദൈവം ആരെന്നറിയാവോ? ഇല്ല, സൂര്യദേവൻ. അതിന് അവർ വിളിക്കുന്ന പേരെന്താണെന്നറിയാവോ? തൗമോസ്. ആണോ? തമ്മൂസിനെ കുറിച്ചുള്ള വിലാപം യഹസ്കേലിലുണ്ട്. അതാ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഈ സൂര്യദേവനെ ഒരു ഭാര്യ ഉണ്ടെന്നും സ്വമീറാമിസ് എന്ന് പറഞ്ഞ ദേവി ഉണ്ടെന്നും അതിനൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ സൂര്യദേവൻ്റെ അവതാരമാണെന്നും ഒക്കെ അവർ വിശ്വസിക്കുന്നു. ആ കുഞ്ഞിൻ്റെ ജന്മദിനമായിട്ടാണ് ഈ ഡിസംബർ 25 അവർ ആഘോഷിക്കുന്നത്. അത് പിന്നെ പള്ളിക്കാർ പൊക്കിയെടുത്ത് പള്ളിയിൽ കൊണ്ടുവച്ചു. ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, മഡോണ എന്ന പേര് ലോകം അറിയപ്പെടുന്ന അമ്മയും കുഞ്ഞും പള്ളിക്കകത്ത് വന്നപ്പോൾ ഈ ഉണ്ണി ഈശോ മറിയുമായി. ആ ജന്മദിനം ക്രിസ്മസായി. ഇതെല്ലാം പറഞ്ഞ് ചാക്കോച്ചൻ്റെ തലയിലോട്ട് കയറ്റി. അപ്പോൾ ചാക്കോച്ച്, എൻ്റെ ദൈവമേ, അപ്പം ഞാൻ ഈ ഇതൊക്കെ കത്തിക്കുന്നത് ഈ അപ്പോൾ ഈ സൂര്യദേവൻ ആരാ? വർഷം രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ പൊങ്ങി വരുന്ന അതാണ്. അതല്ല, പിന്നെ ആ നാമത്തിലിരിക്കുന്ന ഒരുത്തൻ അതാരാ? യെശയ്യാവ് 14:12 അരുണോദയ പുത്രനായ ശുക്ര വേട്ടയേറ്റ് വീണവൻ. അവൻ അയ്യോ, ഇപ്പം ഞാൻ ഈ പിശാചിനാണോ ഇതെല്ലാം? അതല്ലേ ഞാനിപ്പോൾ എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടായോ? അതെങ്ങനെ പറയുന്നതിന് മുമ്പേ അടിക്കാൻ നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ പറയുന്നത്? എന്നാൽ പിന്നെ പാസ്റ്റർ ചർച്ച അവിടെ, ഞങ്ങളുടെ ചർച്ച കൊണ്ട് അപ്പുറത്ത്. എന്നാൽ ഞാനും വരുന്നു. മെഴുകുതിരി വലിച്ചെറിഞ്ഞിട്ട് ചാക്കോച്ചൻ പാസ്റ്റർ കൂടെ സഭയിൽ വന്നു. കേട്ടെ, സഭയിൽ വന്നിട്ട് അവൻ 3 ആഴ്ച വചനം പഠിച്ച് 4-ാമത്തെ ആഴ്ച അവന് ബോധം വന്ന് അവൻ രക്ഷിക്കപ്പെട്ട് പിന്നെ സ്നാനപ്പെട്ട് അവൻ പെന്തക്കോസ്തുകാരനായി. സന്തോഷമുണ്ടോ? അടുത്ത വർഷം ഡിസംബർ 25 വന്നപ്പോൾ ചാക്കോച്ചൻ കാണുന്ന കാഴ്ച, സഭയ്ക്കകത്ത് ബലൂണും വീർപ്പിച്ച് തോരണവും വലിച്ചു കെട്ടി പാസ്റ്റർ മുഴുത്ത കേക്ക് സെക്രട്ടറി മുറിച്ച് പാസ്റ്റർ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കുക.
പിന്നെ ആരും മിണ്ടാത്തെ? എടാ ഇതേ കാര്യം ഇവൻ സമുദായത്തിൽ നിന്ന് ചെയ്തപ്പോൾ പറഞ്ഞു, ഓ പാപം അതേ കാര്യം സഭയ്ക്കകത്ത് ചെയ്യുമ്പോൾ വിശുദ്ധമാവുമോ? പറ. ഇല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതിനാ നമ്മൾ വേർപെട്ടിറങ്ങി, അല്ലേ പള്ളിയിൽ നിന്നാൽ മതിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ. തീർക്കാൻ സമയമില്ല, ദൈവം അനുവദിച്ചാൽ വെള്ളിയാഴ്ച സഭായോഗത്തിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. കർത്താവ് വന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ശ്രദ്ധിച്ചോ, നമ്മളിത് പഠിക്കണം. അല്ല ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് വചനം പഠിക്കണം. അതുകൊണ്ട് പറയുക, ആമേൻ, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുക. ആ ഭയത്തിൻ്റെ കാരണം പൗലോസ് താഴോട്ട് പറഞ്ഞു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് പറയാ, ഇതിനെയൊക്കെ അടിച്ചു ദൂരത്ത് ഓടിക്കേണ്ടതിന് പകരം നിങ്ങൾ ഇതെല്ലാം കേട്ട് കൈയടിച്ച് പൊറുക്കുന്നല്ലോ. വേറൊരു യേശുവിനെ ഇവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്നു, വേറൊരു ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നു, വേറൊരു സുവിശേഷം ഇവിടെ പ്രചരിക്കപ്പെടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനെയൊക്കെ ആട്ടിപ്പായിക്കേണ്ടതിന് പകരം നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് എനിക്ക് ആശ്ചര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, നിലനിൽക്കണം, അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം നിലനിൽക്കണം. പകുതിക്ക് വെച്ച് കഠിനപ്പെട്ട് പിന്മാറ്റത്തിൽ പോകാതിരിക്കേണ്ടതിന് നാം ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞു. എന്തിന് നിലനിൽക്കണം? തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പോർക്കളത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി തെറ്റിപ്പോയവരാരെങ്കിലും ബൈബിളിൽ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് പറയാതെ നിർത്തിയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് 3 വാക്യത്തിൽ 3 പേരെ പരിചയപ്പെടുത്തിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കടന്നു പോകാം. വായിച്ചാട്ടെ, 1 തിമോത്തിയോസ് 6:20. പ്രസംഗം തീർന്നു, വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. ആ വാക്യം ഒന്ന് കേട്ടിരിക്കാൻ വേണ്ടി. 1 തിമോത്തിയോസ് 6:20. അല്ലയോ തിമോത്തിയോസ്, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ടും ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്ക സൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. അടുത്ത വാക്ക്, ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയി. ചില ആളുകൾ തെറ്റിപ്പോയി. എന്താ? അവർ തർക്കിക്കാൻ നടന്നു. ജ്ഞാനം അകത്ത് തലയ്ക്ക് പിടിച്ചു. എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞ് സമ്പാദം എന്ന് പറഞ്ഞ് കാണുന്നവൻ്റെ അടുത്തെല്ലാം തർക്കിക്കാൻ നടന്നു. അവസാനം തർക്കിച്ച് അവസാനം ദൈവം ഇല്ലെന്നും പറഞ്ഞ് അവൻ പോയി. മനസ്സിലായോ? ദൈവം ഉണ്ടെന്ന് തിയോളജി പഠിച്ചല്ല അറിയേണ്ടത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഒരുത്തനെ ദൈവം ഉണ്ടെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കാനൊന്നും ഒക്കത്തില്ല. ദൈവം ആരാണെന്ന് അനുഭവിച്ച് തന്നെ അറിയണം. തർക്കിക്കാൻ നടന്ന് ഒരു കൂട്ടർ അങ്ങനെ വിട്ടുപോയി. ആമേൻ. 6:10 കൂടെ വായിച്ചോ മോനെ. 6:10. തർക്കിക്കാൻ നടന്ന ചിലർ കൃപയെന്ന് പോയി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ചിലർ ഇത് ചില കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. തർക്കിക്കാൻ നടന്ന് കുറച്ചു പേര് കൃപയിൽ നിന്ന് പോയപ്പോൾ അടുത്തൊരു കൂട്ടർ എന്താ? ദ്രവ്യാഗ്രഹം. ഏത് വിധത്തിലും പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ചിന്ത തലയ്ക്കകത്തോട്ട് കയറിയപ്പോൾ അവനിപ്പോൾ ആരാധനയും വേണ്ട, ഒന്നും വേണ്ട, ഓവർ ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും എല്ലാം കൂടെ ചെയ്ത് ഇവൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ആരാധനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? ഏത് വിധത്തിലും പണം ഉണ്ടാക്കണമെന്ന ചിന്ത തലയ്ക്കകത്ത് കയറി അടുത്തൊരു കൂട്ടരെ കൃപ വിട്ട് തെറ്റിപ്പോയി. 3 2 തിമോത്തിയോസ് 2:18 കൂടെ വായിച്ച് തൽക്കാലം പുസ്തകം അടയ്ക്കാൻ, ബാക്കി നമുക്ക് സഭായോഗത്തിൽ ചിന്തിക്കാം. അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ട് ആരാ? ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം കണ്ടോ? പുനരുത്ഥാനമുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് പ്രസംഗിച്ച് നടന്ന ഹുമനയോസും ഫിലേത്തോസും ഇപ്പൊ പറയുക പുനരുത്ഥാനം ഇല്ലെന്ന്. ഇവരൊക്കെ പിന്മാറ്റത്തിൽ വിട്ടേച്ച് പോയവരാ. ചില ആളുകൾ പറയും പിന്നെ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവരാരും അങ്ങനെ പോവുകയല്ലെന്ന്. ഇതിൻ്റെ വാക്യം കൂടെ പറയാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തെളിയിച്ചേനെ വാക്യം വെച്ച്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉമനയോത്തും ഫിലേത്തോസും പ്രവർത്തിച്ചിരുന്ന പശ്ചാത്തലം ചരിത്രം പഠിക്കണം. വേറെ ഉണ്ട് ഒരുത്തൻ. ആരാ? ദേമാസ്. ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയെന്ന് ഫിലമോന് ലേഖനം എഴുതിയപ്പോൾ എൻ്റെ കൂട്ടുവേലക്കാരനായ ദേമാസ് വന്ദനം ചെയ്യുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ പിന്നത്തേതിൽ എഴുതി വന്നപ്പം ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. വിട്ടുപോയവരും തെറ്റിപ്പോയവരും ഇതിനകത്തുണ്ടച്ചാ. അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് ദൈവസഭയോട് പറഞ്ഞത്. നാം ഇറങ്ങിത്തിരിച്ച ആ കൃപയിൽ നാം നിലനിൽക്കണം. ആ ദൈവകൃപയിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. ചതിക്കുന്ന, വഞ്ചിക്കുന്ന, തെറ്റിക്കുന്ന ഉപായങ്ങളാൽ നമുക്ക് ചുറ്റും കൊണ്ടുവരുന്നതിലൊന്നും കുടുങ്ങി സ്ഥിരത വിട്ട് നിത്യത നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തീരരുത്.